So the next forerunner of William Wordsworth is ജോസഫ് വാട്ടൺ. ഓക്കെ, ജോസഫ് വാട്സൺ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1722 to 1800 അല്ലേ, 1722 to 1800. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ദ എന്തൂസിയാസ്റ്റ് എന്നുള്ളതാണ്. 1744 ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1744. ഓക്കെ, സോ ജോസഫ് വാട്സൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി നമ്മളിപ്പോൾ പറഞ്ഞു, ദി എന്തൂസിയാസ്റ്റ് എന്നുള്ളത് കേട്ടോ. ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ആശയങ്ങൾ മുൻകൂട്ടിയിട്ട് തന്നെ പറയുകയുണ്ടായി. അത് പറയുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഫോറിനർ എന്നുകൂടി വിളിക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ സുപ്പീരിയോറിറ്റി ഓഫ് നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ആധിപത്യം എന്താണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ഔന്നിത്യം, സുപ്പീരിയോറിറ്റി ഓഫ് നേച്ചർ. അതായത് സിറ്റി ലൈഫ് അല്ലെങ്കിൽ അർബൻ ലൈഫിനേക്കാളും കൂടുതൽ നല്ലത് ഏതാണ്, നമ്മുടെ റൂറൽ ലൈഫാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സിറ്റി ലൈഫ് ിനേക്കാളും അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള പരിഷ്കാരത്തെക്കാളും ഏറ്റവും നല്ലത് പ്രകൃതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കൂടുതൽ അവൻ എന്താവുന്നത്, കൂടുതൽ ഒരു നന്മയുള്ള അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ മൈൻഡിനുടമയാവുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതിയോട് കണക്ട് ചെയ്ത് ജീവിക്കുമ്പോഴെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ സുപ്പീരിയോറിറ്റി ഓഫ് നേച്ചർ കുഡ് ബി സീൻ ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ജോസഫ് വാട്സൺ. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ദ നോബിൾ സേവേജ്, അതായത് ആദിമ മനുഷ്യൻ്റെ ഒരു നിഷ്കളങ്കത അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതായത് പരിഷ്കൃത സമൂഹത്തേക്കാൾ നിഷ്കളങ്കതയും ഗുണങ്ങളുമുള്ളത് പ്രകൃതിയുടെ, അതായത് പരിഷ്കൃത ജീവിതം നമുക്കറിയാമല്ലോ, സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർ ഭയങ്കര മോഡേൺ ആയിരിക്കും അല്ലേ. സോ അവരുടെ ജീവിതത്തെക്കാളും കൂടുതൽ നല്ലത് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ലൈഫാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അത് ആ ഒരു സേയിങ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പിന്നീടുള്ള പല റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെയും കവിതകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ദെൻ അടുത്ത ഒരു അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ലവ് ഓഫ് ദ ആൻറ്റിക് എന്ന് പറയും. ലവ് ഫോർ ദ ആൻറ്റിക് എന്ന് പറയുന്നത് പഴമത എന്ന് പറയില്ലേ, പഴമയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം. പഴയ കാലത്ത് കലകളോടും അതുപോലത്തെയുള്ള സംസ്കാരങ്ങളോടും, ആൻറ്റിക് എന്ന് പറയുമ്പോൾ പഴയകാല കലാസംസ്കാരം ഒക്കെ കേട്ടോ, അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു കേട്ടോ. സോ നിയോ ക്ലാസിക്കലിലെ കവികൾ അല്ലെങ്കിൽ പോയറ്റ്സ് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ വാർട്ടൻ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, നമ്മുടെ എക്സ്പ്രഷനും നമ്മുടെ ഫീലിങ്സിനും പ്രിമിറ്റീവ് ഫീലിങ്സിനും നമ്മുടെ ഇമാജിനേഷനൊക്കെയാണ് വാർട്ടൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള വർക്കിലെ കുറച്ച് വരികളും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്ത ആളെന്ന് പറയുന്നത് വില്യം കോളിൻസ് ആണ്. വില്യം കോളിൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വില്യം കോളിൻസ് ആണ്, ഞാനിവിടെ വേറെയാണ് എഴുതിയത്. ഓക്കെ, സോ ഒരു കാര്യം കൂടി, ബാക്ക് ടു നേച്ചർ. വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു വരൂ എന്നുള്ള പറയുന്ന ഒരു കാര്യം. സോ അതും നമുക്ക് ജോസഫ് വാട്സൻ്റെ വർക്കുകളിൽ കാണാൻ കഴിയും കേട്ടോ. ദെൻ അടുത്തത് വില്യം കോളിൻസിൻ്റെ ഇത് നമുക്ക് കാണാം. ഏതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 1721 to 1759. ഓക്കെ, ഹി എക്സസൈസ്ഡ് പെർവസീവ് ഇൻഫ്ലുവൻസ് ഓൺ ഓൾമോസ്റ്റ് ഓൾ ദ റൊമാൻറ്റിക് പോയറ്റ്സ്. അതായത് റൊമാൻറ്റിക് പോയറ്റ്സിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കുറേ റൊമാൻറ്റിക് പോയറ്റ്സിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്നും ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഹി ഫൈൻഡ്സ് ദാറ്റ് ലാൻഡ്സ്കേപ്പ് ഇവോക്സ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ്. അദ്ദേഹം പറയുന്നത് നേച്ചറിൻ്റെ ലാൻഡ്സ്കേപ്പുകൾ അല്ലേ, കാണുന്ന പല സ്ഥലങ്ങളും നേച്ചറിൽ കാണുന്ന പലതരത്തിലുള്ള എന്താ പറയുക സ്ഥലങ്ങളും എന്തുണ്ട്, നമുക്ക് നമ്മുടെ ഇമോഷനെയും നമ്മുടെ ഐഡിയനെയും ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സാധ്യമാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹി പെർട്ടിക്കുലർലി ലവ്സ് നേച്ചർ അറ്റ് ട്വിലൈറ്റ് അല്ലേ. വില്യം കോളിൻസ് കൂടുതലായിട്ടും നേച്ചറിനെ ഇഷ്ടപ്പെടുന്നത് ഏത് സമയത്തുമാണ്, ട്വിലൈറ്റ് സമയത്ത്, അതായത് സന്ധ്യാസമയം. ട്വിലൈറ്റ് എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയമാണ് കുറച്ചും കൂടി വില്യം കോളിൻസിന് നേച്ചറിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹി ലവ്സ് ദ സീൻ ഓഫ് ട്വിലൈറ്റ്
കോളിൻസിൻ്റെ കവിതകളിൽ നമുക്ക് രാത്രിയുടെയും സന്ധ്യയുടെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഓഡ് ടു ഈവനിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു പോയറ്റിക് ഫോമാണ് ഓഡ് എന്നുള്ളത്. സോ ഓഡ് ടു ഈവനിങ് എന്നുള്ളത് വില്യം കോളിൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. അതിൽ ട്വിലൈറ്റിനെ കുറിച്ച് വർണ്ണിച്ചിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ പ്രകൃതിയിൽ കാണുന്ന സൂക്ഷ്മമായ ശബ്ദങ്ങളെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതേപോലെ വികാരങ്ങൾക്കും ഭാവനകൾക്കും, അതായത് നമ്മുടെ ഇമാജിനേഷനും എക്സ്പ്രഷനും ഇമോഷൻസിനും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിൻസും തോമസ് ഗ്രേ, നമ്മൾ പഠിക്കാൻ പോകുന്ന തോമസ് ഗ്രേയും തമ്മിൽ കവിതകളിൽ ഒരുപോലെയുള്ള സാമാന്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരേപോലെ കാണുന്ന ഒന്നാണ് സന്ധ്യാസമയത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ. രണ്ടുപേരും ട്വിലൈറ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ആരൊക്കെ? തോമസ് ഗ്രേയും വില്യം കോളിൻസും. ഓക്കെ, സോ രണ്ടുപേരും ദേ ബോത്ത് ലവ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ ആൻഡ് ദ പീസ് ഓഫ് ദ നേച്ചർ ആസ് വെൽ. ആ സമാധാനത്തിനെയും അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. വില്യം കോളിൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഓഡ് ടു ഈവനിങ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വർക്കിലെ ലൈൻസാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. നൗ വി ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ ടു ദ റൈറ്റർ തോമസ് ഗ്രേ. ഓക്കെ, തോമസ് ഗ്രേ നിങ്ങൾക്ക് കാണാൻ കഴിയും. തോമസ് ഗ്രേൻ്റെ എന്താ പറയുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ കാണാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. തോമസ് ഗ്രേൻ്റെ ടൈം പീരീഡ് 1716 to 1771 ആണ്. ആൻഡ് ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ഇസ് എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ളതാണ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1751 ആൻഡ് ഹീ കോൺട്രിബ്യൂട്ടഡ് ഹിസ് അറ്റൻഷൻ ടു ഹംബിൾ ലൈഫ്, അതായത് സിമ്പിൾ ഹംബിൾ ലൈഫിൻ്റെ ഒരു അറ്റൻഷൻ, ആ ഒരു ശ്രദ്ധ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ. ആൻഡ് ദ ഗ്ലിമറിങ് ലാൻഡ്സ്കേപ്പ്. ഗ്ലിമറിങ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ കാണുന്ന ഒരു സ്പേസിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്ലിമറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടി, ഓക്കെ, ബ്യൂട്ടിഫുൾനെസ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. ആൻഡ് ഹിസ് ലേറ്റർ വർക്ക്സ് ഷോഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ മിഡീവിയൽ ആൻഡ് സ്കാൻഡിനേവിയൻ ഫോക്ലോർ. ഓക്കെ, സ്കാൻഡിനേവിയൻ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറാണ്. അതിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ കഴിയും. ഓക്കെ, then Gray's later writings indicate the swing in the taste towards medieval literature and Scandinavian folklore. We have already told that. Then his letters anticipate the romantic's love of scenery and nature. നേച്ചറിനും സീനറിയിലുള്ള ഒരു ലവ് നമുക്ക് കാണാൻ കഴിയും. He records the different moods of nature in charming detail. അതായത് നേച്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂഡ്സ് അല്ലേ. ചിലപ്പോൾ നേച്ചർ നല്ല ശാന്തമായിരിക്കും, വി നോ ദാറ്റ് അല്ലേ. ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക പ്രക്ഷുബ്ധമായിരിക്കും, നമ്മുടെ സ്റ്റോമും ഫ്ലഡൊക്കെ വരുമ്പോൾ. സോ അതെല്ലാം അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ദെൻ മെമ്മറബിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അവിടെ കാണാൻ പറ്റും ഒരു ജേണൽ ഇൻ ദ ലേക്സ് എന്ന് പറഞ്ഞൊരു വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സോ യു ക്യാൻ സീ ദ എന്താ പറയുക ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് നേച്ചർ ഇൻ ദാറ്റ് ലൈൻസ്. ഓക്കെ, ഇൻ ദോസ് ലൈൻസ്. So that's about Thomas Gray. Now we can move on to the another forerunner, William Cowper. Okay, William Cowper. William Cowperൻ്റെ ടൈം പീരീഡ് 1731 to 1800 ആണ്. അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രിക്കസർ ഹു ലിങ്ക്ഡ് നേച്ചർ വിത്ത് റിലീജിയസ് വേർഷിപ്പ് അല്ലേ. ഇദ്ദേഹത്തിൽ വില്യം കോപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലീജിയസ് വേർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അല്ലേ ഒരു കോൺസെപ്റ്റ് അവിടെ കാണാൻ പറ്റും. അതായത് ഇത്രയും ആൾക്കാർ പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ലൈഫ് നമ്മളിതിന് മുന്നേ ഉള്ള ഒരാളുടെ ഒരു അതായത് എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ ലൈഫിനെ കുറച്ചുകൂടി ജെയിംസ് തോംസൻ്റെ ആ ടൈമിലായിരുന്നു തോന്നുന്നു സ്പിരിച്വൽ ലൈഫിലേക്ക് ഒന്ന് മാറി വന്നു നമ്മൾ പറഞ്ഞു അല്ലേ. സോ മാർക്ക് എക്കിൻസൈഡ് അവരൊക്കെ. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വില്യം കോപ്പറിൻ്റെ ആ ഒരു ടൈമിലാണ് കേട്ടോ. ദെൻ he famously wrote God made the country and the man made the town എന്നുള്ളത് കേട്ടോ. അതായത് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി ആത്മീയത അല്ലേ. അതായത് ദൈവമുണ്ട്, ദൈവം ആണ് നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണല്ലോ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി റിലീജിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ഈ വില്യം കോപ്പർ ആളുകളുടെ ടൈം പീരീഡ് മുതലാണ്. സോ അദ്ദേഹം പറയുന്നത് എന്താണ്, ഗോഡ് മെയ്ഡ് ദ കൺട്രി അല്ലേ, ദൈവമാണ് നമ്മുടെ ഈ രാജ്യം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലം ഉണ്ടാക്കി തന്നത്. ആൻഡ് ദ മാൻ മെയ്ഡ് ദ ടൗൺ, മാൻ ആണ് നമ്മുടെ കൺട്രിയിലുള്ള ടൗൺ ഉണ്ടാക്കിയതാണ് അദ്ദേഹം പറയുന്നത്. ഹി പ്രിഫേർഡ് ദ ബ്യൂട്ടി ഓഫ് ദ കൺട്രി സൈഡ് ഓവർ ദ അർബൻ സെറ്റിംഗ് അല്ലേ. അതായത്
നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നും ഉപരി നമ്മുടെ വില്ലേജ് ലൈഫിൽ അല്ലെങ്കിൽ ആ ലാൻഡ്സ്കേപ്പിനുള്ള ഭംഗി അദ്ദേഹം ലിങ്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹി അറ്റാക്ട് ദ സ്മൂത്ത് ആൻഡ് ആർട്ടിഫിഷ്യൽ വേർഡ്സ് ഓഫ് അലക്സാണ്ടർ പോപ്പ് advocating for many mainly rough lines. His political liberalism and humanitarianism also mirrored later romantic values. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, അലക്സാണ്ടർ പോപ്പ് നമ്മുടെ മുന്നേ ഉള്ള അല്ലേ ഏജ് ഓഫ് റീസണിൻ്റെ ആളാണ്, ക്ലാസിക്കലിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ റിജിഡ് റൂൾസും ആർട്ടിഫിഷ്യൽ വേർഡ്സൊക്കെ ആയിട്ടുള്ള എന്താ പറയുക വർക്ക്സിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാൻലി റഫ് ലൈൻസ് എന്നാണ്. അതായത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലൈൻസാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ പോപ്പിനെ വില്യം കോപ്പർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടിയും ലിബറലായിട്ട് കുറച്ചുകൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടി ഇദ്ദേഹം വർക്കുകൾ കണ്ടക്ട് ചെയ്തു. അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇതൊക്കെ ലേറ്ററായിട്ട് വന്നിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ വർക്കുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ ഇത്രയും ആൾക്കാരാണ് ദ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഓഫ് ഏർലി റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ഓക്കെ, ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ജെയിംസ് തോംസൺ, മാർക്ക് കെൻസൈഡ്, ജോസഫ് വാട്ടൺ, തോമസ് ഗ്രേ, വില്യം കോപ്പർ ആൻഡ് വില്യം കോളിൻസ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ പറയാൻ പോകുന്നത് റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾക്ക് പറഞ്ഞു വെച്ചതും ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 റൊമാൻറ്റിക് പോയറ്റ്സ് അല്ലേ, ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടി വരികയാണ് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ ഒരു എന്താ പറയുക പ്രസൻസിൽ കേട്ടോ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റോബർട്ട് ബേൺസ് എന്നുള്ള പോയറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഇദ്ദേഹം എന്ന് പറയുന്നത് മോസ്റ്റ് ബിലവഡ് പോയറ്റ് ഓഫ് ദ സ്കോട്ട്ലാൻഡ് ആണ്. ഓക്കെ, സോ സ്കോട്ടിഷ് പോയറ്റ് ആണ് നമ്മുടെ റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1759 to 1796 ആണ് കേട്ടോ. നിങ്ങൾ എല്ലാ റൈറ്റേഴ്സിൻ്റെയും എന്താ പറയുക ടൈം പീരീഡ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ he is also a symbol of their national spirit. So he is also known as the national symbol or the symbol of Scotland, national symbol of Scotland എന്ന് പറയുന്നുണ്ട്. അതുപോലെ he was interested in a number of things which were later considered essentially romantic tendencies. അല്ലേ, അതായത് റൊമാൻറ്റിക് ടെൻഡൻസീസ് പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം വന്നിട്ടുള്ള റൊമാൻറ്റിക് നമുക്കറിയാം ഇവിടെ 1796 എന്നുള്ളത്. നമ്മുടെ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1798 ആണ് അല്ലേ. സോ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എന്താ പോയിട്ടാണ് നമുക്ക് പറയാം. സോ റൊമാൻറ്റിക് ഏജ് വരുന്നതിൻ്റെ ആ തൊട്ട് മുന്നേ ഉള്ള കുറേ എസെൻഷ്യൽസ് അല്ലേ, റൊമാൻറ്റിക് ഏജിലെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിലും ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുക, ബേൺസ് ഇസ് നോട്ട് ജസ്റ്റ് എ പോയറ്റ് ബട്ട് എ വോയിസ് ഓഫ് ദ കോമൺ പീപ്പിൾ. അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഒരു പോയറ്റ് മാത്രമായിരുന്നില്ല, അവിടുത്തെ കോമൺ പീപ്പിളുടെ ഒരു വോയിസ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഹി റെപ്രസെൻറ്റ് സ്കോട്ടിഷ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ഇമോഷൻസ്. സ്കോട്ടിഷ് കൾച്ചർ, അതുപോലെ അവിടുത്തെ ലാംഗ്വേജ്, അവിടുത്തെ കൾച്ചർ ആൻഡ് ഇമോഷൻസ്, ഇവരെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാന വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ റോബർട്ട് ബേൺ എന്ന് പറയുന്നത് കേട്ടോ, റോബർട്ട് ബേൺ. ഓക്കെ, സോ ഹി ലിവ്ഡ് ഇൻ ദ 18th century ആൻഡ് is loved even today. 18th centuryയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ പോലും ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൃതികളും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഹി ഈസ് yet to be loved today. Okay, then അടുത്തൊരു പോയിന്റ് പറയുന്നത് പ്രീ റൊമാൻറ്റിക് പോയറ്റ് ആണ്. നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ഏജിന്റെ തൊട്ട് മുന്നേ ആണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. സോ ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രീ റൊമാൻറ്റിക് പോയറ്റ്. ഓക്കെ, സോ ബേൺസ് ഷോഡ് ഏർലി ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം അല്ലേ. ഏർലി റൊമാൻറ്റിസിസം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഫീച്ചേഴ്സിനാണ് ഏർലി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഹി ഷോഡ് ഏർലി ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസിസം ഇൻ ഹിസ് വർക്ക്സ്. Then before romantic poets fully emerged, Burns already loved the nature, believed in feelings over logic, focused on common people. അല്ലേ, അദ്ദേഹം എന്താ പറയുക, നമ്മളെ ഈ പറയുന്ന നേച്ചറിനോടുള്ള സ്നേഹം, അതുപോലെ ഫീലിങ്സ്,
ഫോക്കസ്ഡ് ഓൺ കോമൺ പീപ്പിൾ എന്നൊക്കെ പറയുന്നത് ഒരു റൊമാൻറ്റിക് ഏജിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അദ്ദേഹം റൊമാൻറ്റിക് ഏജിൽ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആണ് എക്സിസ്റ്റ് ചെയ്തിട്ടിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൃതികളിലും ഇതൊക്കെ പ്രകടമായിരുന്നു എന്നാണ് പറയുന്നത്. സോ he loved the nature and believed in feelings and he focused on common people. Okay. Then love for folk tradition. അടുത്തൊരു പോയിന്റ് ആണ് love for folk traditions. എന്താണ് folk traditions എന്ന് പറയുന്നത്? ഫോക്ക് അല്ലേ, നമുക്കറിയാം ഫോക്ക് ലോസ്, ഫോക്ക് സോങ്സ് ഒക്കെ, നാടൻ കലകൾ, നാടൻ പാട്ടുകൾ ഒക്കെ അല്ലേ. സോ സ്കോട്ട്ലാൻഡിൽ നിലനിന്നിരുന്ന നാടൻ കൃതികളെയും ട്രഡീഷണൽ എന്താ പറയുക കൃതികളെയൊക്കെ അധികം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ആരെന്ന് പറയുന്നത്, റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത് കേട്ടോ. സോ സ്കോട്ടിഷ് സോങ്സും ബാലഡ്സും ഒക്കെ ആയിരുന്നു അന്നത്തെ ഫോക്ക് ട്രഡീഷൻ എന്ന് പറയുന്നത്. സോ ഫോക്ക് സോങ്സ് ആർ ദ സോങ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ പാസ്ഡ് ഓറലി. അതായത് ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത് അറിയാലോ, സാധാരണക്കാര് വായ കൊണ്ട് പാടുന്ന ആ പാട്ടിനെയാണ് അല്ലേ, ഓറലി അവർ റെപ്രസെന്റ് ചെയ്യുന്ന ആ പാട്ടിനെയാണ് ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത്. ബേൺസ് കളക്റ്റഡ് ആൻഡ് അഡാപ്റ്റഡ് അല്ലേ. ബേൺസ് എന്ത് ചെയ്തു, അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ബാലഡ്സ് കളക്ട് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ കൊണ്ടുവരികയും ചെയ്തു. ദിസ് മെയ്ഡ് ഹിസ് പോയട്രി സിമ്പിൾ, മ്യൂസിക്കൽ, ഇമോഷണൽ അല്ലേ. ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ബേൺസിന്റെ ആ ഒരു ആക്ഷൻ എന്തിനെ ലീഡ് ചെയ്തു, ടു എന്താ പറയുക, ടു ചേഞ്ച് ഹിസ് പോയംസ് ലൈക്ക് സിമ്പിൾ, മ്യൂസിക്കൽ ആൻഡ് ഇമോഷണൽ അല്ലേ. കുറച്ചും കൂടി സിമ്പിൾ ആക്കി, അതുപോലെ ഇമോഷണൽ ആക്കി, അതുപോലെ മ്യൂസിക്കൽ ആക്കി അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇനി അടുത്തൊരു പോയിന്റ് പറയുകയാണെങ്കിൽ there are two influences in his poetry. അദ്ദേഹത്തിന്റെ പോയട്രിയിൽ രണ്ട് ഇൻഫ്ലുവൻസസ് ആണ് ഉള്ളതെന്ന് പറയാം. ഒന്ന്, it is polite. Polite means ഫോർമൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ഫോർമൽ പോയട്രി ആണ് അദ്ദേഹത്തിന്റെ. ദെൻ പെസന്റ് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താ, ഫോക്ക് പോയട്രി അല്ലേ. സോ ബേൺസ് കമ്പൈൻഡ് എഡ്യൂക്കേറ്റഡ് പോയറ്റിക് സ്റ്റൈൽ, അതിനെയാണ് ഈ ഫോർമൽ പോയട്രി എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആധികാരികമായിട്ട് നമ്മൾ എഴുതുന്നത്. സോ ഹി കമ്പൈൻഡ് ദ എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് പോയറ്റിക് സ്റ്റൈൽ ആൻഡ് എവറിഡേ ലൈഫ് ഓഫ് വില്ലേജേഴ്സ്. സോ ഈ പെസന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പെസന്റിന്റെ അർത്ഥം എന്താ, കർഷകർ എന്നാണ് അല്ലേ. സോ അന്നത്തെ കാലഘട്ടത്തിൽ എവറിഡേ ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് കൃഷി രീതികളും കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. So he combined the educated poetic style and the everyday life of the villagers. So that is the influences. Okay, that are the influences of his poetry. That is polite and peasant poetries. Okay. So this mixture made his poetry unique and relatable. So ആരും ഉപയോഗിക്കാത്തൊരു മിക്സ്ചർ ആയിരുന്നു ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ടു കൈൻഡ് ഓഫ് പോയട്രീസ്. ഒന്ന് പൊളൈറ്റ് ഓർ ഫോർമൽ, രണ്ടാമത്തേത് എന്തായിരുന്നു, പെസന്റ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്താണ്, ഫോക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേൺസിന്റെ പോയട്രിയിൽ കാണുന്ന തീംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു തീംസ്? ഈ പറഞ്ഞ പോലെ തന്നെ ലവ്, ഡെത്ത്, youth, old age, nature and seasons, human emotions, human feelings and the real life of the common people അല്ലേ. ഇത്തരത്തിലുള്ള തീംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ബേൺസ് റൈറ്റ്സ് അബൌട്ട് റിയൽ ലൈഫ് അല്ലേ, അല്ലാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ജീവിതത്തെ കുറിച്ചിട്ടൊന്നും അല്ല അദ്ദേഹം എഴുതിയിരുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റിയൽ ലൈഫ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക സിംഗിൾ ലൈനായിട്ട് ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഓരോ വേർഡ്സും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സേ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ Burns writes about real life, so his poem reflects happiness and sorrow, daily rural life and natural beauty. അല്ലേ, സോ ഇതൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു, തീംസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോയം എന്ന് പറയുന്നത് എന്തായിരുന്നു, സന്തോഷവും സങ്കടങ്ങളും കലർന്നതായിരുന്നു അല്ലേ. റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, സന്തോഷം മാത്രമാണോ ഒരു റിയൽ ലൈഫിൽ ഉണ്ടാവുക? അല്ല, there is സങ്കടം and there is എന്താ പറയുക, there will be സന്തോഷം. ഓക്കെ, സോ the happiness and the sadness. Then ഡെയിലി അല്ലെങ്കിൽ ഡെയിലി റൂറൽ ലൈഫ് അല്ലേ, ആ വില്ലേജേഴ്സിന്റെ റൂറൽ ലൈഫ് അല്ലേ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ, നേച്ചറിന്റെ ബ്യൂട്ടി. ഓക്കെ, സോ
ഇനി പറയുന്നത് ഫോം ഓഫ് ഫോക്ക് പോയട്രി. അദ്ദേഹം ഫോക്ക് പോയട്രി എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അതിന്റെ ഫോം എങ്ങനെയായിരുന്നു, സ്റ്റൈൽ എങ്ങനെയായിരുന്നു ആണ് പറയുന്നത്. സോ ദ ഫോം ഓഫ് ഫോക്ക് പോയട്രി എന്ന് പറയുമ്പോൾ there are dialogues, riddles, repetition and use of number 3, then personification of nature എന്താ പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പോയട്രി, ഫോക്ക് പോയട്രി എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയില്ലേ, പരസ്പരം സംസാരിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സുകളൊക്കെ അതിൽ കാണാൻ പറ്റും. സോ ദർ ആർ ഡയലോഗ്സ് ഇൻ ദ ഫോക്ക് പോയട്രി. ദെൻ റിഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കടങ്കഥ അല്ലെ, മലയാളത്തിൽ കടങ്കഥ. സോ കടങ്കഥകൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ റെപ്പറ്റീഷൻ, ഒരു ലൈൻ പാടിക്കഴിഞ്ഞാൽ വീണ്ടും ഇപ്പം നമ്മൾ നാടൻ പാട്ട് മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പാട്ട് പാടി, ഒരു നാടൻ പാട്ടിൽ ഫസ്റ്റ് ലൈൻ തന്നെയാവും നമ്മൾ ലാസ്റ്റ് താനാതിനെന്താരോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യുക. സോ അതേപോലെയുള്ള റിപ്പറ്റീഷൻ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ യൂസ് ഓഫ് നമ്പർ 3 അല്ലെ, ഒരു നമ്പർ 3 എന്നുള്ള ഒരു നമ്പർ അദ്ദേഹം റെപ്പറ്റീഷൻ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നേച്ചറിനെ ഒരു പേഴ്സൺ ആയി കണ്ടായിരുന്നു. എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോൺ ലിവിങ് തിങ്ങിന്റെ സ്വഭാവവുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുക കോൺട്രാസ്റ്റ് ചെയ്തിട്ട് എഴുതുന്നതിനെ ആണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. സോ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ആയിരിക്കും, അതൊക്കെ ഒരു നോൺ ലിവിങ് അല്ലെ, ജീവിച്ചിരിക്കാത്ത ഒരു കാര്യമായിട്ട് ചേർത്ത് പറയുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നേച്ചറിനെ ഒരു മനുഷ്യനായി കണ്ടിട്ട് അങ്ങനെ നേച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സോ അതാണ് പേഴ്സോണിഫിക്കേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, then birds and flowers behave like humans. Okay, എന്താണ് ഒരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേർഡ്സും ഈ നേച്ചറിൽ കാണുന്ന ബേർഡ്സും ഫ്ലവേഴ്സും ഒക്കെ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, ഹ്യൂമൻസിനെ പോലെ ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ദെൻ റെപ്പിറ്റേഷൻ മേക്സ് പോയം മ്യൂസിക് അല്ലേ, നമുക്കറിയാം ഒരു പോയത്തിന്റെ ലൈൻസിൽ എന്തിനാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ലൈൻസ് വരുന്നത്, അത് കുറച്ചും കൂടി താളമയമാക്കാനും കുറച്ചുകൂടി എന്താ പറയുക മ്യൂസിക്കൽ ആക്കാനും ഒക്കെ ആയിരുന്നു. ദെൻ പാറ്റേൺസ് ഹെൽപ്പ് മെമ്മറൈസേഷൻ അല്ലേ, ഒരു പാറ്റേൺ, ഒരു സ്റ്റാൻസൊക്കെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, അത് നമ്മൾ കാണാതെ പാടുമ്പോൾ നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ആ ഒരു പാറ്റേണും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് സ്റ്റൈല്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റൈല്, ലാംഗ്വേജിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി സിമ്പിൾ അല്ലേ, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും. കോമൺ പീപ്പിളെ കുറിച്ചിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന തരത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കും അദ്ദേഹത്തിന്റെ. സോ സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് അല്ലേ. ദെൻ യൂസ് ഓഫ് സ്കോട്ടിഷ് ഡയലക്റ്റ്. അപ്പോൾ സ്കോട്ടിഷിലെ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡിലെ പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഡയലക്റ്റ് അവരുപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു അവർ കൂടുതൽ പോയട്രി അല്ലേ, നമ്മുടെ റോബർട്ട് ബേൺസിന്റെ പോയട്രിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ യൂസ് ഓഫ് സ്കോട്ടിഷ് ഡയലക്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ബേൺസ് യൂസ് ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ, നോട്ട് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ്, സിമ്പിൾ വേർഡ്സ് ആർ ദെയർ. ദിസ് മെയ്ഡ് പോയട്രി മോർ ആക്സസിബിൾ ആൻഡ് ലൈവ്ലി അല്ലേ, ആളുകൾക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനും കുറച്ചുകൂടി ലൈവായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാനും പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ലാംഗ്വേജ് ആൻഡ് സ്റ്റൈൽ ഓഫ് റോബർട്ട് ബേൺസ്. ഇനി റൈം ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി എങ്ങനെയായിരുന്നു, റൈം അതേപോലെ മ്യൂസിക്കൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ റൈം ആൻഡ് റിതം അല്ലേ, ഫ്ലെക്സിബിൾ ആർക്കും പാടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റൈം ആയിരുന്നു. ദെൻ യൂസ് ഓഫ് അലിട്രേഷൻ ആൻഡ് ഇന്റേണൽ റൈം. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ലൈനിലും ഫസ്റ്റത്തെ കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ച് വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുക. ഒരു സ്റ്റാൻസിയിലെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ റെഡ് റോസ് എന്ന് പറയുമ്പോൾ ആർ എന്നുള്ള കോൺസണന്റ് ആവർത്തിച്ച് വരുന്നു, അതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. നേരെ മറിച്ച് അതിൽ വവൽസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് അസൊണൻസ് എന്ന് പറയും കേട്ടോ. സോ ഇവിടെ റോബർട്ട് ബേൺസ് എന്താണ് അലിറ്ററേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്റേണൽ റൈം, അതും ഒരു കൈൻഡ് ഓഫ് ലിറ്റററി ഡിവൈസ് ആണ് കേട്ടോ. ദെൻ അൺലൈക്ക് സ്ട്രിക്റ്റ് പോയട്രി റൂൾസ്, ബേൺസ് പോയംസ് സൗണ്ട്സ് ലൈക്ക് സോങ്സ് അല്ലേ, നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നേ ഉള്ള ഏജ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിരുന്നത് ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ റോബർട്ട് ബേൺസ് എന്താ ചെയ്തത്, പോയംസിനെ കൂടുതലും സോങ്സ് ആക്കി മാറ്റി അല്ലേ. ആൻഡ് മ്യൂസിക്കൽ ഫ്ലോ ആൻഡ് റെപ്പറ്റീഷൻ ക്രിയേറ്റ് റിതം, ഒരു റിതമുള്ള റെപ്പറ്റീഷൻസ് ഒക്കെ കൂടി വന്നിട്ട് അതൊരു മ്യൂസിക്കൽ ഫ്ലോ തന്നെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. സോ മേജർ തീംസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്തൊക്കെയായിരുന്നു, ലവ്, ഡെത്ത്, നേച്ചർ, ലവ് എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം എന്ന് പറയുന്നത് ലവ് ആയിരുന്നു കേട്ടോ, ലവ്. സോ ഹിസ് ലവ് പോയംസ് ആർ ഇമോഷണൽ ആൻഡ് മ്യൂസിക്കൽ. ലവ് പോയംസ് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാം ലവ് പോയംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി എന്താണ്
ഇമോഷണലും മ്യൂസിക്കലും ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, എ റെഡ് റോസ് യൂസസ് റെപ്പിറ്റേഷൻ ടു ഷോ ഡീപ് ലവ്. റെഡ് റോസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത്രയും ചുവപ്പിലെ ചുവന്ന പനിനീർ പൂവ് പോലെ മൃദുലമാണ് എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് എന്താ, അത്രയും ഡീപ്പ് ലവിനെയാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. സോ അതൊരു ഞാൻ പറഞ്ഞ പോലെ അലിറ്ററേഷൻ ആണ്. സോ അതെന്ത് ഷോ ചെയ്യുന്നു, ഡീപ്പ് ലവിനെ ഷോ ചെയ്യുന്നു. പിന്നെ ഉള്ളൊരു തീമാണ് പാട്രിയോട്ടിസം. അദ്ദേഹം എന്താണ്, നാഷണൽ സിംബൽ ഓഫ് സ്കോട്ട്ലാൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ആ ഒരു ദേശസ്നേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. അതാണ് പാട്രിയോട്ടിസം എന്ന് പറയുന്നത്. സ്ട്രോങ് ലവ് ഫോർ സ്കോട്ട്ലാൻഡ്, അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള സ്കോട്ട്ലാൻഡിനോടുള്ള ഒരു സ്ട്രോങ് ലവ് നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഹി ഓൾസോ സപ്പോർട്ടഡ് സ്കോട്ടിഷ് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. അല്ലെ, സ്കോട്ട്ലാൻഡിലെ ഐഡന്റിറ്റിയെയും കൾച്ചറിനെയും അദ്ദേഹം അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ സിമ്പതി ഫോർ കോമൺ പീപ്പിൾ. അന്നത്തെ കാലത്തിലെ കോമൺ പീപ്പിളുമായിട്ടായിരുന്നു കൂടുതൽ അദ്ദേഹത്തിൻ്റെ കണക്ഷനും അദ്ദേഹത്തിന് ഇഷ്ടവും അദ്ദേഹത്തിന് സിമ്പതിയും തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഹി റെസ്പെക്റ്റഡ് ഫാമേഴ്സ്, വർക്കേഴ്സ് ആൻഡ് ഓർഡിനറി പീപ്പിൾ. അന്നത്തെ ഫാമേഴ്സിനെയും വർക്കേഴ്സിനെയും കോമൺ ഓർഡിനറി പീപ്പിളിനെയും അദ്ദേഹം എന്ത് ചെയ്തു, റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ് ഫ്രീഡവും ഇക്വാലിറ്റിയും. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താ പറയുക, റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ദേ വോണ്ട് ഫ്രീഡം ആൻഡ് ദേ വോണ്ട് ഇൻഡിവിജ്വൽ ഇക്വാലിറ്റി അല്ലേ. സോ ഹി ഫൈറ്റ് ഫോർ ദാറ്റ്. ആര്, നമ്മുടെ റോബർട്ട് ബേൺസ്. ആൻഡ് he just inspired by ideas like the French Revolution. So romantic age കൂടുതലും ഈ ഫ്രീഡവും ഇക്വാലിറ്റി ഒക്കെ വേണം എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മൾ പഠിച്ച പോലെ ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. സോ അത് നിങ്ങൾ മറക്കരുത്. സോ റോബർട്ട് ബേൺസും ഇൻഫ്ലുവൻസ് ആയത് അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയത് ഈ ഫ്രഞ്ച് റെവല്യൂഷനിൽ തന്നെയാണ്. സോ ഹി ബിലീവ്ഡ് ഓൾ ഹ്യൂമൻസ് ആർ ഈക്വൽ ആൻഡ് വാല്യൂഡ് ലിബർട്ടി. അല്ലേ, എല്ലാ മനുഷ്യരും ഈക്വൽ ആണ്, എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നിങ്ങൾക്ക് അവിടെ കാണാം. ടു എ മൗസ്, അല്ലേ, ടു എ മൗസ് എന്ന് പറയുന്നത് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സിമ്പതി ഫോർ സ്മോൾ ക്രിയേച്ചേഴ്സ്. മൗസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കുഞ്ഞനെല്ലി, എലി എന്ന് പറയും നമ്മൾ. സോ അദ്ദേഹം പറയുന്നത് എന്താ പറയുക, എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് തന്നെയാണ്. സോ അതിനോടൊക്കെ ഒരു സിമ്പതി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു തീമുമാണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം പറയുന്നത്, ടു എ മൗസ് എന്നുള്ളത്. അടുത്തതാണ് ഓഡ് ലാങ് സിൻ, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു, സ്കോട്ടിഷ് ഡയലക്റ്റ് ആണിത്. സോ നമുക്ക് നോക്കാം. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് യൂണിറ്റി എന്നുള്ള തീമാണ് ആ ഒരു വർക്കിൽ വരുന്നത്. ഇത് ഓൾഡ് ലാങ് സിൻ എന്നുള്ളത് കേട്ടോ. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ കോട്ടേഴ്സ് സാറ്റർഡേ നൈറ്റ്. അതിൽ പറയുന്നത് സിമ്പിൾ റൂറൽ ലൈഫിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ. ഇനി അദ്ദേഹം റിലീജിയനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നു കേട്ടോ. സോ അടുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് പറയാം, ക്രിറ്റിസിസം ഓഫ് റിലീജിയൻ എന്നുള്ളത്. സോ ഹി ക്രിട്ടിസൈസ്ഡ് റിലീജിയസ് ഹിപ്പോക്രസി. അത് നിലനിരുന്ന ആ എന്താ പറയുക, മതനിരപേക്ഷത അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ പറയാം അതിന്, മത തീവ്രതയെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. ബേൺസ് ഒപ്പോസ്ഡ് സ്ട്രിക്റ്റ് റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് എക്സ്പോസ്ഡ് ഫേക്ക് പിറ്റി ഇൻ പോയിന്റ്സ് ലൈക്ക് ഹോളി വില്ലീസ് പ്രയർ. ഹോളി വില്ലീസ് പ്രയർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് പോയം ആയിരുന്നു. അതിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേൺസ്. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബേൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു റൊമാൻറ്റിക് പ്രിക്കേഴ്സർ ആണ്. സോ ഹി ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ റൊമാൻറ്റിക് പോയറ്റ്സ് ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് നേച്ചർ ലവ്, ഇമോഷണൽ എക്സ്പ്രഷൻ, സിമ്പിൾ ലാംഗ്വേജ്. വി ഹാവ് ഓൾറെഡി ടോക്ക്ഡ് അബൌട്ട് ദാറ്റ്. ദെൻ ഇനി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് റോബർട്ട് ബേൺസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ലെറ്റ്സ് റാപ്പ് അപ്പ്. ബേൺസ് ഇസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ നിയോ ക്ലാസിക് ആൻഡ് റൊമാൻറ്റിക് പോയട്രി. നിങ്ങൾക്ക് എഴുതാം, ബേൺസ് എന്ന് പറയുന്നത് റോബർട്ട് ബേൺസ് ഇസ് എ ലിങ്ക് ഓർ ദ ബ്രിഡ്ജ്, അല്ലേ, ഒരു പാലമാണ്. നിയോ ക്ലാസിക്കലാണോ വെച്ചാൽ അല്ല, എന്നാൽ എന്താ റൊമാൻറ്റിക് പോയട്രി വെച്ചാൽ അല്ല, എന്നാണോ ചോദിച്ചാൽ ആണ്, അല്ലേ. സോ അങ്ങനെ ഒരു ബ്രിഡ്ജാണ്, അല്ലേ. അവിടത്തെയും ഇവിടത്തെയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ആരുടെ പോയട്രിയിൽ കാണാം, റോബർട്ട് ബേൺസിന്റെ പോയട്രിയിൽ കാണാം. സോ ഹി ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ നിയോ ക്ലാസിക്കൽ ആൻഡ് റൊമാൻറ്റിക് പോയട്രി. ദെൻ ഹി ചേഞ്ച്ഡ് പോയട്രി ഫോം, അല്ലേ. ആർട്ടിഫിഷ്യൽ എന്നുള്ളൊരു പോയട്രി ഫോമിൽ നിന്ന് അത് കുറച്ചുകൂടി നാച്ചുറൽ പോയട്രി ആക്കി മാറ്റി. ദെൻ എലൈറ്റ് പീപ്പിളിനെ കുറിച്ച് സംസാരിച്ചത് കോമൺ പീപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്ന പോയട്രി ആക്കി മാറ്റി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്
എന്താ പറയുന്നത്, നമ്മുടെ റോബർട്ട് ബേൺസ്. ഓക്കെ, സോ ഞാൻ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിനെ നോക്കാം. ഓക്കെ ഓക്കെ സ്റ്റുഡൻസ്, നൗ we are going to move on to our next poet, വില്യം ബ്ലേക്ക്. ഓക്കെ, വില്യം ബ്ലേക്ക്. സോ വില്യം ബ്ലേക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1757 to 1827 ആണ്. സോ വില്യം ബ്ലേക്കിനെ കുറിച്ച് കൂടുതൽ അധികമൊന്നും ഇപ്പോൾ ഈ എന്താ പറയുക നിങ്ങൾ നോക്കുന്ന ഭാഗത്ത് കാണില്ല. ബിക്കോസ് നമ്മൾ ഈ ബ്ലോക്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വില്യം ബ്ലേക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഇപ്പോൾ കുറച്ച് സിമ്പിളായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, ആൻഡ് ഒരു പെയിൻറ്ററാണ്, ആൻഡ് ഓൾസോ ആൻ എൻഗ്രേവർ. എൻഗ്രേവർ എന്ന് പറഞ്ഞാൽ കൊത്തുപണിക്കാരൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ജോലിക്കൊക്കെയാണ് എൻഗ്രേവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ Blake was not famous during his lifetime, but today he is considered one of the greatest poets and artists. He was also an engraver when that art was declining. Okay, so അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം അത്ര പ്രധാനിയായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ കറണ്ട് പ്രസന്റ് ടൈമിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ബ്ലേക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിരുന്നു. അത് കാണാം, ഹി ഹാസ് എ യുണീക്ക് പേഴ്സണാലിറ്റി. അതായത് അദ്ദേഹം ഒരു വിഷണറി പോയറ്റ് ആയിരുന്നു. ഓക്കെ, വിഷണറി പോയറ്റ് എന്ന് പറയുമ്പോൾ ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ബ്ലേക്ക് ബിലീവ്ഡ് ഇൻ വിഷൻസ്. അതായത് എന്താ പറയുക, നമ്മുടെ സ്പിരിച്വൽ തിങ്സിനെ അദ്ദേഹം കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹി ബിലീവ്ഡ് ഇൻ വിഷൻസ്, അതായത് ഡീപ്പ് സ്പിരിച്വൽ ഇൻസൈറ്റ്സ്. നമുക്ക് ഉൾക്കാഴ്ച എന്നൊക്കെ പറയില്ലേ, ഒരു ആത്മീയതയുടെ ഒരു ഉൾക്കാഴ്ച, അവരുടെ ആത്മീയ തത്വമുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് അൾട്ടിമേറ്റ് ട്രൂത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആൻഡ് ഹി യൂസ്ഡ് പോയട്രി ആൻഡ് പെയിൻറ്റിങ് ടു ഹെൽപ്പ് പീപ്പിൾ ടു സീ ദ ട്രൂത്ത് ആൻഡ് ലിവ് റൈറ്റ്ലി. അദ്ദേഹം പോയട്രി എങ്ങനെയാണ് കണ്ടിരുന്നത്, അല്ലെങ്കിൽ പോയട്രീനെയും പെയിൻറ്റിങ്ങിനെയൊക്കെ അദ്ദേഹം യൂസ് ചെയ്തത് എന്തിനായിരുന്നു, ആൾക്കാർക്ക് ശരിക്കുമുള്ള സത്യവും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്തും അതുപോലെ ജീവിതം ഒരു റൈറ്റ് വേയിൽ കൊണ്ടുപോകാൻ, അല്ലേ, ശരിയായ ജീവിതം നയിക്കാനും ശരിയായ സത്യം മനസ്സിലാക്കാനും ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയട്രിയും നമ്മുടെ പെയിൻറ്റിങ്സൊക്കെ നമ്മുടെ വില്യം ബ്ലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വിഷൻ എന്താണെന്ന് നോക്കാം. വിഷൻ ഈസ് ദ സെൻട്രൽ ഐഡിയ ഇൻ ബ്ലേക്സ് വർക്ക്. ബ്ലേക്സിൻ്റെ വർക്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഈ വിഷൻ ആയിരുന്നു കേട്ടോ. അതായത് ബ്ലേക്ക് ബിലീവ്ഡ് ദാറ്റ് ഹ്യൂമൻസ് ഷുഡ് ഗോ ബിയോണ്ട് വാട്ട് ദേ സീ വിത്ത് ഐസ്, അല്ലേ. അതായത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെക്കാളും മുകളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. They should use imagination and inner vision. So അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഭാവന യൂസ് ചെയ്യണം, അല്ലേ. We should use our imagination and the inner vision. നമ്മുടെ ഉള്ളിലുള്ള ഒരു നമ്മുടെ എന്താ പറയുക കാഴ്ചയുണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. Then this help the people to understand others. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മറ്റുള്ള ആളുകളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് forgive, അല്ലേ, ഒരാളോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയും. ആൻഡ് ആക്ട് മോറലി, നമുക്ക് ഭയങ്കരമായിട്ട് മോറലായിട്ട് ചിന്തിക്കാനും, അല്ലേ, എന്നുവെച്ചാൽ നല്ല രീതിയിൽ മറ്റൊരു പെരുമാറാനും നമുക്ക് കഴിയുമെന്നാണ് ബ്ലേക്ക് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് പറയുന്നത് ദ സോങ് ഓഫ് ഇന്നസെൻസ് പബ്ലിഷ്ഡ് ഇൻ 1789. 1789 നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വർഷം? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ വർഷമാണ് കേട്ടോ. ഓക്കെ, സോ സോങ്സ് ഓഫ് ഇന്നസെൻസ് 1789. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെപ്രസെൻറ്റ്സ് ചൈൽഡ്ഹുഡ് പ്യൂരിറ്റി ആൻഡ് ഹാപ്പിനെസ്, അല്ലേ. കുട്ടിക്കാലത്തെയും പ്യൂരിറ്റിനെയും സന്തോഷം ഹാപ്പിനെസ്സിനെയൊക്കെയാണ് ഈ ഒരു വർക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ജോയ്, ഫ്രീഡം ആൻഡ് യൂണിറ്റി, അല്ലേ. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എന്താണ് പാർഷ്യാലിറ്റി അങ്ങനെയൊന്നും നമുക്കറിയില്ല, എല്ലാവരും ഒന്നാന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകുന്നത്. സോ ചൈൽഡ്ഹുഡ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് ജോയ്, ഫ്രീഡം ആൻഡ് യൂണിറ്റി. ഇനി ദ വേൾഡ് ഈസ് സീൻ ആസ് പ്യുവർ ആൻഡ് ബ്യൂട്ടിഫുൾ, അല്ലേ. ഈ ഒരു വർക്കിൽ പറയുന്ന തീംസ് ആണ് കേട്ടോ പറയുന്നത്. വേൾഡ് എന്ന് പറയുന്നത് പ്യുവർ ആണ്, അതേപോലെ ബ്യൂട്ടിഫുൾ ആണെന്ന് ബ്ലേക്ക് അതിൽ പറയുന്നുണ്ട്. ദെൻ ദ പോയംസ് ആർ സിമ്പിൾ ആൻഡ് മ്യൂസിക്കൽ, അല്ലേ. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ന് പറയുന്നത് സിമ്പിളും മ്യൂസിക്കലും ആയിരുന്നു. ദെൻ ബ്ലേക്ക് യൂസ്ഡ് ഇല്ലുമിനേറ്റഡ് പ്രിന്റിങ്. നിങ്ങൾക്ക് കാണാം ഇല്ലുമിനേറ്റഡ് പ്രിന്റിങ്. അത് ബ്ലേക്കിൻ്റെ
ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ്? അതായത് അദ്ദേഹം ടെക്സ്റ്റുകളെയും എന്താ പറയുക ഇമേജസിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് വർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ് ആണ്. നമുക്കത് വിഷ്വലി നമുക്കത് എന്താ പറയുക നമുക്ക് കാണാൻ പറ്റും. ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിഷ്വലി ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഉണ്ടായിരുന്നു. സോ ആ ഒരു വാക്ക് മറക്കരുത്, ഇല്ലുമിനേറ്റഡ് പ്രിന്റിംഗ്. ദെൻ അടുത്ത അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓക്കെ, സോങ്സ് ഓഫ് നമ്മൾ എഴുതിയിട്ടില്ല, നിങ്ങൾ അത് എന്താ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1794. ഓക്കെ, സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് റിയാലിറ്റി, സഫറിങ് ആൻഡ് കറപ്ഷൻ. അന്നത്തെ കാലഘട്ടത്തിലെ സൊസൈറ്റീൻ്റെ ഇഷ്യൂസാണ് കേട്ടോ, കറപ്ഷനും സഫറിങ്ങും അതുപോലത്തുള്ള റിയാലിറ്റിയും ഒക്കെ. ഓക്കെ, ദെൻ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഇൻ സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ദ വേൾഡ് ഈസ് ഷോൺ ആസ് എ ക്രൂവൽ ആൻഡ് അൺജസ്റ്റ്. അല്ലേ, നീതിയുക്തമല്ലാത്തൊരു എന്താ പറയുക സൊസൈറ്റീനെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു വേൾഡിനെ ആയിരുന്നു അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ക്രൂവൽ വേൾഡിനെ ആയിരുന്നു അതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഹിപ്പോക്രസി, അതുപോലെ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഹ്യൂമൻ സഫറിങ്സ് ഒക്കെ നമുക്ക് ഈ ഒരു വർക്കിൽ കാണാം. ഓക്കെ, എന്താ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ കാപട്യം നിറഞ്ഞ ഒരു സൊസൈറ്റി അല്ലേ, അതുപോലത്തെ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഹ്യൂമൻ സഫറിങ് ഒക്കെ നമുക്ക് ആ വർക്കിൽ കാണാം. ഓക്കെ, സോ ഇന്നസെൻസും എക്സ്പീരിയൻസും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, ആ ഒരു എന്താ പറയുക വൈരുദ്ധ്യം നമുക്ക് അവിടെ കാണാം. ബിഫോർ വേഴ്സസ് ആഫ്റ്റർ ഗ്രോയിങ് അപ്പ് അല്ലേ, വളർന്നതിന് ശേഷം. അന്ന് നമ്മൾ ചൈൽഡ്ഹുഡാണ് സംസാരിച്ചത് മറ്റതിൽ ഏത് സോങ്സ് ഓഫ് ഇന്നസെൻസിൽ. പക്ഷെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന റിയാലിറ്റീനെയാണ്. സോ ആ ഒരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അടുത്തതാണ് മാരേജ് ഓഫ് ഹെവൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്. മാരേജ് ഓഫ് ഹെവൻ. ഓക്കെ, മാരേജ് ഓഫ് ഹെവൻ എന്നതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഇറ്റ് കമ്പൈൻസ് ഓപ്പോസിറ്റ്സ്, അതായത് ഇന്നസെൻസിനെയും എക്സ്പീരിയൻസിനെയും കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന വർക്കാണ് നമ്മുടെ ദ മാരേജ് എന്ന് പറയുന്നത് കേട്ടോ. ദ മാരേജ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ അല്ലേ, മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ എന്നുണ്ട്. മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെല്ലിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, രണ്ടെണ്ണത്തിന് അദ്ദേഹം കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഹെവനെ അല്ലേ, ഹെവൻ എന്ന് പറയുന്നത് എന്താ ഒന്ന് ആലോചിച്ചൊക്കെ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാരേജ് എന്നാണ് ആ വർക്കിൻ്റെ പേര്. സോ അതിലെന്താണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈരുദ്ധ്യം നിറഞ്ഞ രണ്ട് തലത്തെ അദ്ദേഹം കമ്പൈൻ ചെയ്യാണ് അല്ലേ, ഇന്നസെൻസിനെയും എക്സ്പീരിയൻസിനെയും. രണ്ടും നമുക്ക് നെസസറി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് കംസ് ഫ്രം കമ്പൈനിങ് ഓപ്പോസിറ്റ്സ് ത്രൂ ഇമാജിനേഷൻ അല്ലേ, രണ്ട് ഓപ്പോസിറ്റ് തലങ്ങളിലുള്ള കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് ബ്ലേക്ക് പറയുന്നുണ്ട്. ഓക്കെ, നൗ തീംസ് ഇൻ ബ്ലേക്സ് വർക്ക് അല്ലേ, എന്തൊക്കെയാണ് ബ്ലേക്കിൻ്റെ വർക്കുകളിൽ കണ്ടുവരുന്ന തീംസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരിക്കാം, നമ്മുടെ റൊമാൻറ്റിക് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കാം അല്ലേ. എന്തൊക്കെയാ, ഫ്രീഡം, ഇമാജിനേഷൻ അല്ലേ, ഇമാജിനേഷൻ. അതുപോലെ അവർ സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ, ക്രിറ്റിസിസം ഓഫ് സൊസൈറ്റി, സ്പിരിച്വൽ ട്രൂത്ത് ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ തീമുകളായിട്ട് കാണാൻ പറ്റും. Okay, so Blake wanted people to break free from tradition and restrictions. He also want the people to break the freedom from എന്താണ് freedom അല്ലെങ്കിൽ to break free from the traditions and restrictions. അന്ന് നിലനിൽക്കുന്ന ട്രഡീഷനിൽ നിന്നും റെസ്ട്രിക്ഷനിൽ നിന്നും ആളുകളെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ ആളുകൾ സ്വയം മോചിതരാവണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. Then trust their intuition and imagination. അവരുടേതായ ഇൻഡ്യൂഷനെ അല്ലെങ്കിൽ അവരിൽ തന്നെ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ അവരുടെ ഇമാജിനേഷൻ നമ്മൾ സ്വയം വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ദെൻ റിയലൈസ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. എല്ലാവരും അവരുടെ ട്രൂ അല്ലേ, അവർക്കുള്ള ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കരുത്ത് എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ബ്ലേക്ക് പറയുന്നത്. ഇനി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ആൻഡ് ഫീച്ചർ അല്ലേ, ഇത്തരത്തിലുള്ള സിംബോളിസമാണ്, മിസ്റ്റിസിസമാണ്, റെവല്യൂഷണറി ഐഡിയാസ് ഉണ്ട്. ഓക്കെ, അതായത് ഹിസ് പോയട്രി ഇൻക്ലൂഡ്സ് സിംബൽസ് അല്ലേ. നിങ്ങൾക്ക് ദ ലാംബ് ആൻഡ് ദ ടൈഗർ എന്ന് പറയുന്നൊരു ഒരു പോയമുണ്ട് ഇദ്ദേഹത്തിൻ്റെ. സോ അതിൽ അദ്ദേഹം യൂസ് ചെയ്തത് കുറേ സിംബൽസ് ആണ് കേട്ടോ, ലാംബ്, ടൈഗർ, ചൈൽഡ് ഒക്കെ. ദെൻ മിസ്റ്റിക്കൽ ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കാം, സ്പിരിച്വൽ മീനിങ് ആയിരിക്കാം. ന്യൂ ആൻഡ് ബോൾഡ് ഐഡിയാസ്. ഓക്കെ, ന്യൂ ആൻഡ് ബോൾഡ് ഐഡിയാസ്. ഇനി ബ്ലേക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള റീസൺ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഏജിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ഏജ്, നമ്മുടെ നിയോ ക്ലാസിക്കൽ ഏജ് അല്ലെങ്കിൽ ദ
ഏജ് ഓഫ് റീസൺസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹി ഒപ്പോസ്ഡ് ദ ഏജ് ഓഫ് റീസൺ ആൻഡ് ഡ്യൂറിങ് ഹിസ് ടൈം പീപ്പിൾ വാല്യൂഡ് സയൻസ് ആൻഡ് ലോജിക്. ആ ടൈമിൽ ആൾക്കാർ വാല്യൂ ചെയ്തിരുന്നത് സയൻസും ലോജിക്കും ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ബ്ലേക്ക് എന്ത് പറഞ്ഞു? അതിനൊക്കെ ഉപരി നമ്മൾ വിശ്വസിക്കുന്നത് ഇമാജിനേഷൻ ആണ് അല്ലേ, റീസൺ അല്ല, കാരണങ്ങളെയല്ല, നമ്മുടെ ഭാവനകളെയാണ് വിശ്വസിക്കേണ്ടത്. അതേപോലെ ഇൻറ്റ്യൂഷൻ ഓവർ സയൻസ് അല്ലേ, സയൻസിൻ്റെ അല്ലെങ്കിൽ അന്ന് നിലനിരുന്ന സയൻസിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്താണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻറ്റ്യൂഷനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വില്യം ബ്ലേക്കിനെ അതർ പോയിറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹി ഈസ് മോർ റെവല്യൂഷണറി ദാൻ റോബർട്ട് ബേൺസ് ആൻഡ് വില്യം വേർഡ്സ് അല്ലേ. വില്യം വേർഡ്സിനെയും നമ്മുടെ റോബർട്ട് ബേൺസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം നമ്മുടെ വില്യം ബ്ലേക്ക് കുറച്ചുകൂടി റെവല്യൂഷണറി ആയിരുന്നു. ഓക്കെ, അദ്ദേഹം എന്തൊക്കെ യൂസ് ചെയ്തു? സിംബോളിസം ഉണ്ട്, അതുപോലെ ഹാഡ് ഡീപ്പർ ഫിലോസഫിക്കൽ ഐഡിയാസ് ഉണ്ടായിരുന്നു, എക്സ്പെരിമെന്റഡ് വിത്ത് ഫോംസ് ആൻഡ് സ്റ്റൈൽസ് അല്ലേ, ഫോമും സ്റ്റൈലും വെച്ചൊരു എക്സ്പെരിമെന്റേഷൻ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ പക്ഷെ ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും സ്റ്റൈലും വിഷനൊന്നും അത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കൂടി ഒരു കാരണമായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ബ്ലേക്ക് ഇസ് എ പൈനിയർ ഓഫ് റൊമാൻറ്റിസിസം അല്ലേ. റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു മെയിൻ ഘടകമാണ് നമ്മുടെ ബ്ലേക്ക് എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഫോക്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഇമാജിനേഷനും വിഷനുമാണ്. ഈ വിഷൻ എന്നുള്ള സാധനം നിങ്ങൾ മറക്കരുത്. ഈ വിഷൻ, ഓക്കെ, വിഷൻ, ഇമാജിനേഷൻ ആൻഡ് വിഷൻ. ഓക്കെ, ദെൻ എന്താ പറയുക? ക്രിട്ടിക് ഓഫ് സൊസൈറ്റി ആൻഡ് ട്രഡീഷൻ അല്ലേ. അന്നത്തെ സൊസൈറ്റിയുടെയും ട്രഡീഷൻ്റെ ഒക്കെ ഒരു വലിയൊരു ക്രിട്ടിക് ആയിരുന്നു അദ്ദേഹം. ആൻഡ് സ്പിരിച്വൽ ആൻഡ് ഇന്നർ ട്രൂത്തിനെ അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കഥകളിൽ അല്ലെങ്കിൽ കവിതകളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്പിരിച്വൽ ആൻഡ് ഇന്നർ ട്രൂത്ത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വില്യം ബ്ലേക്ക്. Okay students, now we are going to learn about the most famous poet in the romantic age or one of the most important figures in romantic age. ആരാണ്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് അല്ലേ. നമ്മുടെ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിൽ ഒരാളാണ് വില്യം വേർഡ്സ്വർത്ത് അല്ലേ. മറ്റേ ആളാരാണ്? നമ്മുടെ എസ്.ടി. കോൾറിഡ്ജ്. ഓക്കെ, സോ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ തന്നെ ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ലിറിക്കൽ ബാലഡ്സ് അല്ലേ. അതുപോലെ തന്നെ മേജർ ലീഡർ ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ടിലെ റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു മേജർ ലീഡർ തന്നെയാണ് അദ്ദേഹം. പിന്നെ പറയുന്നത് എന്താണ്? അതായത് വേർഡ്സ്വർത്ത് ചേഞ്ച്ഡ് പോയട്രി ബൈ ഫോക്കസിങ് ഓൺ നേച്ചർ, ഇമോഷൻസ്, കോമൺ പീപ്പിൾ അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സൊക്കെ പോലൊക്കെ തന്നെ നമ്മുടെ വില്യം വേർഡ്സ്വർത്തും പോയട്രിയിൽ ചേഞ്ച് ചെയ്തത് ഏതൊക്കെ തീംസ് ഉപയോഗിച്ചിട്ടാണ്? നേച്ചർ, ഇമോഷൻസ് ആൻഡ് കോമൺ പീപ്പിൾ. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹീ സപ്പോർട്ടഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇനീഷ്യലി. അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷനെ ഭയങ്കരമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. എന്താണ്? എല്ലാവരും ഫ്രഞ്ച് റവല്യൂഷനെ ബിലീവ് ചെയ്യാനും ഫോളോ ചെയ്യാനും കാരണം എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു 3 തീം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി അല്ലേ. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. സമത്വം, സ്വാതന്ത്ര്യം ആൻഡ് സാഹോദര്യം. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ വില്യം വേർഡ്സ്വർത്തും വിശ്വസിച്ചിരുന്നത് ഇക്വാലിറ്റിയിലും ഫ്രീഡത്തിലും ഒക്കെയാണ്. പക്ഷെ ബട്ട് ലേറ്റർ he became less radical and more conservative അല്ലേ. പക്ഷേ കാലങ്ങൾ കഴിയുന്നവരും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസൊക്കെ കുറച്ച് മാറാനും കുറച്ചുകൂടി കൺസർവേറ്റീവ് ആവാനൊക്കെ തുടങ്ങി അദ്ദേഹം. ഇനി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് കോളറിഡ്ജ് ആണ്. കോളറിഡ്ജുമായിട്ട് അദ്ദേഹം എങ്ങനെ മീറ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് നോക്കുന്നത്. ഹി മെറ്റ് സാമുവൽ ടൈലർ കോളറിഡ്ജ് ഇൻ 1795. ഓക്കെ, 1795 അദ്ദേഹം ആരെ മെറ്റ് ചെയ്യുന്നത്? സാമുവൽ ടൈലർ കോളറിഡ്ജിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ദിസ് ഫ്രണ്ട്ഷിപ്പ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? അതാണ് എന്തിലേക്ക് നയിച്ചത്? ആ ഫ്രണ്ട്ഷിപ്പാണ് ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്ന എന്താണ് റൊമാൻറ്റിക് ഏജിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കവിത അല്ലേ. പോയട്രി എന്ന ഒരു സാഹിത്യത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു ലിറിക്കൽ ബാലഡ്. സോ അതിൻ്റെ ഒരു പബ്ലിക്കേഷന് നയിച്ച ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എസ്.ടി. കോൾറിഡ്ജിൻ്റെയും വില്യം വേർഡ്സ്വർത്തിൻ്റെയും. ഓക്കെ, സോ
ദേ രണ്ടുപേരും കൂടിയും ദേ ഡിസ്കസ്ഡ് പോയട്രി ടുഗദർ അല്ലേ, അവർ രണ്ടുപേരും കൂടിയും പോയട്രിയെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ദേ ഇൻഫ്ലുവൻസ്ഡ് ഈച്ച് അതർ അല്ലേ, രണ്ടുപേരുടെയും ആശയങ്ങളും കാര്യങ്ങളൊക്കെ അവർ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി, രണ്ടുപേരുടെയും എന്താ പറയുക ഐഡിയോളജീസ് ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങി. ദേ വർക്ക്ഡ് ആസ് എ ടീം, അവർ രണ്ടുപേരും വർക്ക് ചെയ്തത് ഒരു ടീം പോലെയായിരുന്നു. ബിക്കോസ് ദേ ആർ ലൈക്ക് എ കമ്പൈൻഡ് വേർഷൻ ഓഫ് ദ പോയട്രി അല്ലേ, അതായത് കമ്പൈൻഡ് വേർഷൻ എന്ന് പറയുമ്പോൾ അവർ കമ്പൈൻ ചെയ്തിട്ടായിരുന്നു പോയട്രിയെ എന്താ പറയുക കണ്ടിരുന്നത്. സോ ദേ വർക്ക്ഡ് ആസ് എ ടീം, അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്തു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ലിറിക്കൽ ബാലറ്റ്സിനെ കുറിച്ചാണ്. എന്നാണ് പബ്ലിഷ് ചെയ്തത്? 1798 കേട്ടോ. സോ ലിറിക്കൽ ബാലഡ് എന്ന് പറയുന്നത് ജോയിൻറ്റ് വർക്ക് ബൈ വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ് ആണ്. ഇറ്റ്സ് എ ജോയിൻറ്റ് വർക്ക് ബൈ വേർഡ്സ്വർത്ത് ആൻഡ് കോളറിഡ്ജ്. ദെൻ ലിറിക്കൽ ബാലഡ് ഈസ് കൺസിഡേർഡ് ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇംഗ്ലണ്ട് അല്ലേ, അത് നിങ്ങൾ മറക്കരുത്. ലിറിക്കൽ ബാലഡ്സ് ഇസ് കൺസിഡേർഡ് ആസ് ദ എന്താണ് ബിഗിനിങ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ബിഗിനിങ് ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ദെൻ വേർഡ്സ്വർത്ത് എന്താണ് രണ്ടുപേരും എഴുതി എന്നൊക്കെ പറഞ്ഞു. സോ രണ്ടുപേർക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു ആ വർക്കിൽ. സോ വേർഡ്സ്വർത്ത് റോട്ട് അബൌട്ട് ദ ഓർഡിനറി ലൈഫ് അല്ലേ, ആളുകളുടെ സാധാരണ ലൈഫിനെ കുറിച്ചിട്ടാണ് വേർഡ്സ്വർത്ത് അതിൽ എഴുതിയത്. എന്നാൽ കോളറിഡ്ജ് എഴുതിയത് എന്താണ്? ഹി റോട്ട് അബൌട്ട് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് അല്ലേ, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് കോളറിഡ്ജ് എഴുതിയത്. ഓക്കെ, ഇനി വില്യം വേർഡ്സ്വർത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? ദ പ്രില്യൂഡ് എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്, അതിൽ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫിയാണത്. പിന്നെ പറയുന്നത് ടിൻറ്റേൺ അബേ. സോ ടിൻറ്റേൺ അബേ എന്ന് പറയുന്നത് ഈ പ്രില്യൂഡ് ഉണ്ടല്ലോ, ഈ പ്രില്യൂഡ് നമ്മൾ പറയും സ്പിരിച്വൽ ഓട്ടോഗ്രഫി ആണെന്ന് പറഞ്ഞു. അത് ദ ഗ്രോത്ത് ഓഫ് പോയറ്റ്സ് മൈൻഡ്, അതായത് ഒരു പോയറ്റിൻ്റെ മൈൻഡിൻ്റെ വളർച്ചേനെയാണ് അതിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ടിൻറ്റേൺ അബേയിൽ നമുക്ക് സ്റ്റേജസ് ഓഫ് ലവ് ഫോർ നേച്ചറോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റേജുകളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്മോർട്ടാലിറ്റി ഓഡാണ് നെക്സ്റ്റ് വർക്ക്. അതിൽ അദ്ദേഹം പറയുന്ന തീംസ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡും സ്പിരിച്വൽ മെമ്മറിയാണ് കേട്ടോ. ദെൻ അടുത്തതാണ് മിഷേൽ എന്ന് പറയുന്നത് സിമ്പിൾ റൂറൽ ലൈഫും അതിൻ്റെ സ്ട്രെങ്തനിങ് കാണിക്കുന്ന ഒരു വർക്കാണ് മിഷേൽ. ദെൻ ലൂസി പോയിംസിൽ കൂടുതൽ കാണപ്പെടുന്നത് ലവ് ആൻഡ് ലോസ് അല്ലേ, സ്നേഹവും അതുപോലെ നഷ്ടപ്രണയങ്ങളൊക്കെയാണ് ലൂസി പോയിംസിൽ കാണുന്നത്. ദെൻ അടുത്തത് റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്, അതിൽ ഹ്യൂമൻ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും അവരുടെ നിലനിൽപ്പും ഒക്കെയാണ് അല്ലേ, മനുഷ്യന്മാരുടെ സ്ട്രെങ്ത്തും അവരുടെ നിലനിൽപ്പൊക്കെയാണ് റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നുള്ള വർക്കിൽ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേർഡ്സ്വർത്തിന് നേച്ചറുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, നേച്ചറിൻ്റെ വ്യൂ എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നേച്ചർ ഈസ് എ ടീച്ചർ ആൻഡ് ദ ഹീലർ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്നത്. നേച്ചർ ഈസ് ദ ടീച്ചർ ആൻഡ് ഹീലർ. നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ്, അതേപോലെ നമുക്ക് നമ്മുടെ മുറിവുകളെ ഉണക്കാൻ സഹായിക്കുന്ന ഒരു ഹീലർ കൂടിയാണ്, ഹീലർ. ഓക്കെ, ആൻഡ് ഇൻ പോയംസ് ലൈക്ക് ടിൻറ്റേൺ അബേ ഹി ഷോസ് 3 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു അല്ലേ, അത് നേച്ചറിനെ സ്നേഹിക്കാനുള്ള നമ്മുടെ അതിന് കുറച്ച് സ്റ്റേജുകൾ ഉണ്ട് എന്നാണ് ടിൻറ്റേൺ അബേയിൽ അദ്ദേഹം പറയുന്നത്. അതായത് ഫിസിക്കൽ പ്ലഷർ, ഫിസിക്കൽ പ്ലഷർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫിസിക്കലി ഉള്ള പ്ലഷർ, അതെപ്പോഴാണ് നമുക്ക് കിട്ടുക? നേച്ചറിനെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ. പിന്നെ മോറൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതായത് നമുക്ക് നേച്ചറിന് കുറച്ച് വാല്യൂസ് നമുക്ക് പഠിക്കാനുണ്ട്, മൊറാലിറ്റി അല്ലേ, മോറൽ വാല്യൂസ് ഉണ്ട്. ദെൻ സ്പിരിച്വൽ കണക്ഷൻ, അതായത് ഡീപ്പ് യൂണിറ്റി വിത്ത് നേച്ചർ. നമുക്കൊരു നേച്ചറിൽ നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ആത്മീയമായിട്ടുള്ള തത്വങ്ങളും ചിന്തകളൊക്കെ ഉണ്ട്. സോ അതാണ് സ്പിരിച്വൽ കണക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ടിൻറ്റേൺ അബേയിൽ 3 സ്റ്റേജുകളായിട്ട് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു തീമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നുള്ളത്. സോ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത്രയും പ്യുവറാണ്, അത്രയും വൈസാണെന്ന് അദ്ദേഹം പറയുന്നത് അല്ലേ. നമുക്കറിയാം ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്മോർട്ടാലിറ്റി ഓഡിൽ അദ്ദേഹം ഈ ചൈൽഡ്ഹുഡിനെ പറയുന്നുണ്ട് ഒരു ഡിവൈൻ വിസ്ഡമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ചൈൽഡ്ഹുഡ് ആണല്ലോ നമ്മുടെ എന്തിൽ പറയുന്നത്, ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്നുള്ള വർക്കിൽ പറയുന്നത്. സോ ചൈൽഡ്, ഒരു കുട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിവൈൻ വിസ്ഡമാണ്, അതൊരു സൂപ്പർ നാച്ചുറലാണ്, സ്പിരിച്വൽ ഇൻസൈറ്റ് ദാറ്റ് ട്രാൻസെൻഡ് ഹ്യൂമൻ റീസണിങ്, ഇനാബിളിംഗ് ഇൻഡിവിജ്വൽ ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് അപ്ലൈ ഇറ്റ് പ്രാക്ടിക്കലി ടു ലൈഫ് ചേഞ്ചസ് അല്ലേ. അതായത് ദൈവത്തിൻ്റെ ഇൻസൈറ്റ്സ് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന
ഒരു ആളാണ് കുട്ടി അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ പറയില്ലേ. സോ അങ്ങനെ ഉള്ളതാണ് ഡിവൈൻ ആയിട്ടുള്ളൊരു വിസ്ഡം കുട്ടിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതിൽ? ഇമ്മോർട്ടാലിറ്റി ഓടിൽ. ദെൻ ചൈൽഡ്ഹുഡ് ഈസ് ക്ലോസർ ടു നേച്ചർ ആൻഡ് ട്രൂത്ത് അല്ലേ. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലോസർ ആണ് നേച്ചറുമായിട്ടും ട്രൂത്തായിട്ടും. ഓക്കെ, ഇനി വേർഡ്സ്വർത്തിൻ്റെ തിയറി ഓഫ് പോയട്രി എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വേർഡ്സ്വർത്തിൻ്റെ തിയറി ഓഫ് പോയട്രി, അതായത് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കാണുന്നുണ്ട്. അതായത് പോയട്രി ഷുഡ് ഡീൽ വിത്ത് കോമൺ ലൈഫ്. അതായത് പോയട്രി എപ്പോഴും ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? കോമൺ ലൈഫുമായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്. വേർഡ്സ്വർത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ റൂറൽ ലൈഫും ഓർഡിനറി പീപ്പിളുമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ദെയർ ഇമോഷൻസ് ആർ പ്യുവർ ആൻഡ് നാച്ചുറൽ. ബിക്കോസ് കോമൺ പീപ്പിളുടെ ഇമോഷൻസ് ആണ് എന്ത്? പ്യുവറും നാച്ചുറലും എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. സോ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് വെരി സിമ്പിളാണ്. സിമ്പിൾ ലാംഗ്വേജ് ആണ്, കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആണ്. ഇതിലൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ പോയറ്റ്സിലൊക്കെ ആവർത്തിച്ച് വരുന്നൊരു കാര്യമാണ് കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് കേട്ടോ. അതുപോലെ നമ്മുടെ ലവ് ഫോർ നേച്ചർ, ഡീപ്പ് കണക്ഷൻ വിത്ത് മാൻ ആൻഡ് നേച്ചർ. ഓക്കെ, ദെൻ ഹി റിജക്റ്റഡ് ആർട്ടിഫിഷ്യൽ പോയറ്റിക് ഡിക്ഷൻ ആൻഡ് സെഡ് പോയട്രി ഷുഡ് യൂസ് റിയൽ സ്പീച്ച് ഓഫ് പീപ്പിൾ, സിമ്പിൾ ലാംഗ്വേജ് മേക്ക് പോയട്രി മോർ നാച്ചുറൽ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പോയട്രി എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? റിയൽ സ്പീച്ച് ഓഫ് പീപ്പിളിലെ ആൾക്കാരുടെ റിയൽ ആയിട്ടുള്ള സംഭാഷണങ്ങളെയാണ്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ല. ദെൻ സിമ്പിൾ ലാംഗ്വേജ് മേക്സ് പോയട്രി മോർ നാച്ചുറൽ. സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് പോയട്രീനെ എന്ത് ചെയ്യും? ഒന്നും കൂടി നാച്ചുറൽ ആക്കും, നമുക്കൊന്നും കൂടി തൊട്ടറിയാൻ പറ്റും പോയട്രീനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പോയട്രിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണത്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. പോയട്രി ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അല്ലേ. നമുക്ക് പ്രാക്ടീസിലൂടെ കിട്ടേണ്ടതൊന്നല്ല പോയട്രി. പോയട്രി എന്ന് പറയുന്നത് അപ്പോഴുള്ള നമ്മുടെ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്നുള്ള നമ്മുടെ ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. ഓക്കെ, സോ പോയറ്റ് എക്സ്പീരിയൻസ് സ്ട്രോങ് ഇമോഷൻസ് അല്ലേ. പോയറ്റ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് പോയട്രിയിൽ പറയുന്നത്. പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ലേറ്റർ റിമെമ്പർ ഇറ്റ് ഇൻ കാം സ്റ്റേറ്റ്. പിന്നീട് നമുക്കിത് എന്താ? സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇമോഷനെ ഒരു കാം ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ദെൻ റൈറ്റ്സ് പോയട്രി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ആ സ്ട്രോങ് ഇമോഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതിനെ നമ്മളിങ്ങനെ ഓർത്തെടുക്കും. ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. എന്നിട്ട് ആ ഓർമ്മകളെ എന്താക്കും? ലൈൻസ് ആക്കി മാറ്റും. അങ്ങനെ ഒരു പോയട്രി ജനിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കീ ഐഡിയാസ് എന്തൊക്കെയാണ്? ഇമോഷൻ പ്ലസ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു പോയട്രി കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇമോഷൻ ഇമോഷൻ പ്ലസ് reflection is equal to poetry. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. if we can add emotion and reflection we will get the result പോയട്രി, അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് പോയട്രി ആസ് ദ റിസൾട്ട്. ഓക്കെ, നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് പോയട്രി ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ്. അത് റിഫ്ലക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ആ പോയട്രിയിൽ. അപ്പോഴാണ് ആ പോയട്രി ജനിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ എയിം ഓഫ് പോയട്രി. വില്യം വേർഡ്സിൻ്റെ പോയട്രീനെ കൊണ്ടുള്ള ഒരു എയിം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് ഹ്യൂമൻ ഫീലിങ്സിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ പോയട്രി ഷുഡ് മേക്ക് പീപ്പിൾ ബെറ്റർ ആൻഡ് മോർ സെൻസിറ്റീവ്. കുറച്ചും കൂടി ആളുകളെ എന്താ പറയുക, ബെറ്റർ ആക്കാനും മോർ സെൻസിറ്റീവ് ആക്കാനും പറ്റണം പോയട്രിക്ക്. ദെൻ പോയട്രി ഷുഡ് കണക്ട് ദം വിത്ത് നേച്ചർ ആൻഡ് ട്രൂത്ത് അല്ലേ. നേച്ചറും ട്രൂത്തും ആയിട്ട് കണക്ട് ചെയ്യാനും ആളുകൾക്ക് സാധിക്കണം പോയട്രി എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. ഇനി പോയട്രിയും പ്രോസും തമ്മിൽ എങ്ങനെയാണ് വേർഡ്സ്വർത്ത്
എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ചിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല, നോ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയട്രി ആൻഡ് പ്രോസ്. പക്ഷേ വില്യം വേർഡ്സ്വർത്ത് ബിലീവ് ചെയ്തത് രണ്ടും സിമ്പിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമിലർ ലാംഗ്വേജ് ആണ്. ഓൺലി മീറ്റർ മേക്സ് പോയട്രി ഡിഫറെൻറ്റ്. പക്ഷേ പോയട്രീനെ ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത് എന്താണ്, അതിൽ ഉള്ള ആ മീറ്റർ, ആ മ്യൂസിക്കൽ റിതമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ കോളറിഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഫ്രണ്ട് കോളറിഡ്ജ് ഉണ്ടല്ലോ, പക്ഷേ ലേറ്ററായിട്ട് ഈ കോളറിഡ്ജ് ഈ ഒരു പ്രസ്താവനയെ എതിർത്തിട്ടുണ്ട്. എന്ത്, മീറ്റർ മാത്രമാണ് പോയട്രീനെ മാറ്റുന്നത് എന്ന്. രണ്ടും ഒരേപോലെയാണ്, പക്ഷേ മീറ്റർ മാത്രമാണ് പോയട്രീനെ ഡിഫറെൻ്റ് ആക്കി മാറ്റുന്നത് എന്നുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനെ കോളറിഡ്ജ് പിന്നീട് എതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വില്യം വേർഡ്സ്വർത്തിൻ്റെ ആശയത്തിൽ മീറ്ററിനുള്ള ആ ഒരു റോൾ എന്താണെന്ന് നോക്കാം. മീറ്റർ കൺട്രോൾസ് ഇമോഷൻ. അദ്ദേഹം പറയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മീറ്റേഴ്സ് ആണെന്ന്. അതായത് മീറ്റർ എന്താണ്, താളം കൊടുക്കുന്നത് അല്ലേ, ഇറ്റ് ആഡ്സ് റിതം, ദെൻ ബാലൻസസ് സ്ട്രോങ് ഇമോഷൻസ്. നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ മീറ്ററിന് കഴിയും. ആൻഡ് മീറ്റർ ഗീവ്സ് പ്ലഷർ ടു റീഡേഴ്സ്. മീറ്റർ എന്താണെന്ന് അറിയാലോ അല്ലേ, ആ മ്യൂസിക്കൽ റിതം ഉണ്ടല്ലോ, ആ റിതത്തിനെയാണ് പറയുന്നത്. സോ വായിക്കുന്ന വായനക്കാരുടെ പ്ലഷറിനെ അല്ലെങ്കിൽ ആളുകൾക്ക് പ്ലഷർ കൊടുക്കുന്നത് ഈ മീറ്ററാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ താളം കൊടുക്കുന്നത് മീറ്ററാണ്. നമ്മുടെ ഇമോഷൻസിന്, സ്ട്രോങ് ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും എന്താണ്, ഈ മീറ്ററാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, വില്യം വേർഡ്സ്വർത്ത് കേട്ടോ. ഓക്കെ, സോ ഇനി പറയുന്നത് പോയറ്റിൻ്റെ റോൾ എന്താണ്. ഒരു പോയട്രിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റോൾ എന്നാണ് പറയുന്നത്. പോയറ്റ് എന്ന് പറയുന്നത് മാൻ സ്പീക്കിംഗ് ടു മെൻ അല്ലേ. പോയട്രിയിൽ കാണുന്നത് ഒരാളുണ്ടാവുമല്ലോ, ആ പോയറ്റ് അല്ലേ, പോയട്രി എഴുതുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഓതറാണ് പോയറ്റ് എന്ന് പറയുന്നത്. ആ പോയറ്റ് എന്തായിരിക്കണം, ബാക്കിയുള്ള ആളുകളുമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലേ. ആ ഒരു പോയറ്റിലൂടെ പോയറ്റിന് പറയാനുള്ള കാര്യങ്ങളായിരിക്കും ആ പോയട്രിയിൽ ഉണ്ടായിരിക്കുക. സോ അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, പോയറ്റും റീഡേഴ്സും തമ്മിലൊരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ദ പോയറ്റ്. പോയറ്റ് എപ്പോഴും ഒരു ഓർഡിനറി മാനെ പോലെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡീപ്പർ സെൻസിറ്റിവിറ്റിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവണം എന്നും പറയുന്നുണ്ട്. ഇനി പ്രാക്ടീസ് വേഴ്സസ് തിയറി എന്താണ്. വില്യം വേർഡ്സ്വർത്ത് ഡിഡ് നോട്ട് ഓൾവേസ് ഫോളോ ഹിസ് ഓൺ തിയറി, though he supported simple language. He used difficult words, archaic expressions, inverted sentences ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കോളറിഡ്ജുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്, സ്ട്രോങ് കൊളാബറേഷൻ ബട്ട് ലേറ്റർ ഡിഫറൻസസ്. ആദ്യമൊക്കെ നല്ല കൊളാബറേഷനിലൂടെ ആയിരുന്നു രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നത്, എസ് ടി കോളറിഡ്ജും വില്യം വേർഡ്സ്വർത്തും. പക്ഷേ പിന്നീട് അവർ കുറച്ചൊക്കെ ഡിഫറൻസസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലിറിക്കൽ ബാലറ്റ്സിലാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഐഡിയാസും റൈറ്റിങ്സും ഒക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോളറിഡ്ജ് ഡിസഗ്രീഡ് വിത്ത് വേർഡ്സ്വർത്ത് തിയറി അല്ലേ. നമ്മൾ പറഞ്ഞു ആ വേർഡ്സ്വർത്തിൻ്റെ ഒരു തിയറിയെ കോളറിഡ്ജ് ഡിസഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എന്തിനെയായിരുന്നു ഡിസഗ്രി ചെയ്തത്, പോയട്രീൻ്റെ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ മീറ്ററിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞതും. അതായത് കോളറിഡ്ജിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ആൻഷ്യൻ മറീനർ. അതിൽ സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ, തീമിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിൽ കാണുന്ന കുറച്ച് ഡിഫറൻസസ് വില്യം വേർഡ്സ്വർത്തിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി വില്യം വേർഡ്സ്വർത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഇമ്പോർട്ടൻസുമാണ് പറയുന്നത്. വില്യം വേർഡ്സ്വർത്ത് ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഇംഗ്ലീഷ് പോയട്രി നമ്മൾ പറഞ്ഞു. ദെൻ വേർഡ്സ്വർത്ത് ബ്രോഡ് പോയട്രി ക്ലോസർ ടു റിയൽ ലൈഫിലെ ഒന്നും കൂടി ക്ലോസ് ആയിട്ട് കൊണ്ടുവരാൻ വേർഡ്സ്വർത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ഫോക്കസ്ഡ് ഓൺ നേച്ചർ ആൻഡ് ഇമോഷൻസ്, ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ തിങ്കിങ് ഓൺ ചൈൽഡ്ഹുഡ്, സിമ്പിൾ ലിവിങ് ആൻഡ് നേച്ചർ പവർ. ഓക്കെ, സോ നമുക്കൊന്ന് കൺക്ലൂഷനായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം. വേർഡ്സ്വർത്ത് ഇസ് ദ ഫാദർ ഓഫ് റൊമാൻറ്റിക് പോയട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഫൈനൽ മെസ്സേജ് നമുക്ക് എങ്ങനെ പറയാം, പോയട്രി ഈസ് നോട്ട് അബൌട്ട് റൂൾസ് അല്ലേ. പോയട്രി എന്ന് പറയുന്നത് റൂൾസ് മാത്രമല്ല, അല്ലെങ്കിൽ റൂൾസേ അല്ല. എന്താണ്, ഇറ്റ് ഈസ് അബൌട്ട് ഫീലിങ്സ്, നേച്ചർ ആൻഡ് സിംപ്ലിസിറ്റി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ഫേമസ് പോയറ്റ് ഇസ് എസ് ടി കോളറിഡ്ജ്. ഓക്കെ, സോ വില്യം വേർഡ്സ്വർത്തിനെ പോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് റൊമാൻറ്റിക് ഏജിലെ എസ് ടി കോളറിഡ്ജ്. ഓക്കെ, എസ് ടി കോളറിഡ്ജിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1772 to 1834 ആണ് കേട്ടോ. ഓക്കെ, സോ എസ് ടി കോളറിഡ്ജിൻ്റെ ഫുൾ നെയിം ഇസ് സാമുവൽ ടെയ്ലർ കോളറിഡ്ജ്. ഓക്കെ, സാമുവൽ
ടൈലർ കോളറിഡ്ജ്. കോളറിഡ്ജ് വാസ് എ മൾട്ടി ടാലൻറ്റഡ് റൊമാൻറ്റിക് റൈറ്റർ. അദ്ദേഹത്തിന് മൾട്ടി ടാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ ഹി ഈസ് എ പോയറ്റ്, ഫിലോസഫർ, ക്രിട്ടിക്, ജേർണലിസ്റ്റ്, ലെക്ചർ ആൻഡ് പ്ലേ റൈറ്റ്. ഓക്കെ, and this makes him one of the most intellectual and versatile figures of romantic age. അല്ലേ, റൊമാൻറ്റിക് ഏജിലെ ഒരു എന്താ പറയുക വേഴ്സറ്റൈൽ റൈറ്റർ ആണ് അല്ലേ. ഒരുപാട് ഫീൽഡിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഈ വേഴ്സറ്റൈൽ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിസ് ഇമ്പോർട്ടൻസ് ഇൻ റൊമാൻറ്റിസിസം. റൊമാൻറ്റിസിസത്തിലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹി എംഫസൈസ്ഡ് ദ പവർ ഓഫ് ഇമാജിനേഷൻ മോർ ദാൻ അതർ റൊമാൻറ്റിക് പോയറ്റ്സ്. അല്ലേ, എന്താണ് വേറെ അടുത്ത റൊമാൻറ്റിക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള റൊമാൻറ്റിക് പോയിറ്റ്സിനേക്കാളൊക്കെ കൂടുതൽ അദ്ദേഹം ഇമാജിനേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല, കോളറിഡ്ജ് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്തിട്ടുണ്ടായിരുന്നു? പവർ ഓഫ് ഇമാജിനേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈൽ റൊമാൻറ്റിക് പോയിറ്റ്സ് വാല്യൂഡ് ഇമോഷൻസ് ആൻഡ് നേച്ചർ, കോളറിഡ്ജ് ഗേവ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷൻ ആസ് ദ ക്രിയേറ്റീവ് ഫോഴ്സ് ഓഫ് പോയട്രി. അല്ലേ, അതായത് ബാക്കിയുള്ള റൊമാൻറ്റിക് റൈറ്റേഴ്സൊക്കെ ഇമോഷൻസിനും ഫീലിങ്സിനും ആൻഡ് നേച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ. എന്നാൽ നമ്മുടെ കോളറിഡ്ജ് എന്താ ചെയ്തത്? ഹി ഗേവ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ടു ഇമാജിനേഷൻ. ഇമാജിനേഷനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. എന്നിട്ട് അദ്ദേഹം പറയാം ആസ് എ ക്രിയേറ്റീവ് ഫോഴ്സ് ഓഫ് പോയട്രി എന്ന്. ഇമാജിനേഷൻ എന്ന് പറയുന്നത് പോയട്രിയുടെ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ആണെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഒപ്പോസ്ഡ് ദ മെക്കാനിക്കൽ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്. അല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മെക്കാനിക്കലായിട്ടുള്ള ഇറേനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ടൈമിലുണ്ടായിരുന്നത്. സോ അതിനെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക് തിങ്കിങ്ങിനെ അദ്ദേഹം ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രൊമോട്ടഡ് എ മോർ ക്രിയേറ്റീവ് ആൻഡ് സ്പിരിച്വൽ അപ്രോച്ച്. എന്നിട്ട് എന്താ ചെയ്തത്? കുറച്ചും കൂടിയും ക്രിയേറ്റീവായിട്ടും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്നത്. 1817 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് വർക്കാണ് ബയോഗ്രഫിയ ലിറ്ററേറിയ. ഓക്കെ, അതൊരു മോസ്റ്റ് ഫേമസ് ക്രിട്ടിക്കൽ വർക്കാണ് എസ്.ടി. കോളറിഡ്ജിൻ്റെ. ആൻഡ് അദ്ദേഹം ഈ ഒരു വർക്കിൽ പറയുന്നത് തിയറി ഓഫ് പോയട്രീനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പോയട്രീൻ്റെ ഒരു തിയറി തന്നെ അദ്ദേഹം ആ ഒരു വർക്കിൽ പറയുന്നുണ്ട്. അതുപോലെ ഹി ഡിസ്കസസ് ഇമാജിനേഷൻ ആൻഡ് ഫാൻസി. രണ്ട് കോൺസെപ്റ്റാണ് ഇമാജിനേഷനും ഫാൻസിയും. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ടൊരു വലിയൊരു ഡെഫിനിഷനും വലിയൊരു ഡിസ്ക്രിപ്ഷനും ആ ഒരു വർക്കിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ്സ് പോയിറ്റ്സ് ലൈക്ക് വില്യം വേർഡ്സ്വർത്ത്. അല്ലേ, ആ ഒരു വർക്കിൽ തന്നെ ഏത് ബയോഗ്രഫിയ ലിറ്ററേറിയയിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിനെ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിമർശിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഓഫ് റൊമാൻറ്റിക് ലിറ്റററി ക്രിറ്റിസിസം അല്ലേ, വിമർശന സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ബയോഗ്രഫിയ ലിറ്ററേറിയ കോളറിഡ്ജിൻ്റെ. ഓക്കെ, അത് കൺസിഡർ ചെയ്തിരുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഓഫ് റൊമാൻറ്റിക് പോയട്രി, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ഓഫ് റൊമാൻറ്റിക് ലിറ്റററി ക്രിറ്റിസിസം. ഓക്കെ, ഇനി തിയറി ഓഫ് സൂപ്പർ നാച്ചുറൽ എന്താണെന്ന് നോക്കാം. സൂപ്പർ നാച്ചുറൽ. ഓക്കെ, സോ ഹി ഇൻട്രൊഡ്യൂസ് ദി ഐഡിയ ഓഫ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അല്ലേ, ദി ഐഡിയ ഓഫ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. ഇതും ബയോഗ്രഫിയ ലിറ്റററി എന്നുള്ള വർക്കിലെ ഒരു ലൈനാണ്, ഒരു കോട്ടാണ്. എന്താണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്നുള്ളത്? എന്താണെന്നറിയോ? ആ ലൈൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അദ്ദേഹം പറയുകയാണ് നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു നരേറ്റീവായിട്ടുള്ള ഒരു കാര്യം വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വായിക്കുന്നു അല്ലേ, നമുക്ക് നന്നായിട്ട് അറിയാം അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കുറച്ച് നിമിഷത്തേക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു ലിറ്റററി വർക്ക് നമ്മൾ വായിക്കുന്ന ആ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അത് റിയൽ ആണ് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ എഗ്രി ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാണ് ആ റീഡിങ്. സോ നമ്മുടെ ആ വില്ലിങ്നെസ് ഉണ്ടല്ലോ ടു ബിലീവ് ദാറ്റ് അൺറിയലിസ്റ്റിക് ഇസ് റിയലിസ്റ്റിക് എന്നുള്ള ആ ഒരു സംഭവത്തിനെയാണ് അദ്ദേഹം ഈ ലൈൻ വെച്ചിട്ട് പറയുന്നത്, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീവ് എന്നുള്ളത്. ഓക്കെ, and Coleridge said that when reading poetry, readers should temporarily accept unreal things as real. ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ, നമ്മളൊരു ഒരു താൽക്കാലിക സമയത്തേക്ക് ആണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുന്നത്? അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് റിയൽ ആണ് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ദിസ് ക്രിയേറ്റ്സ് ദ പോയറ്റിക് ഫെയ്ത്ത്. ഇതാണ് പോയട്രിയിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത്, പോയറ്റിക് ഫെയ്ത്ത് എന്നുള്ളത്. ഓക്കെ,
ഇൻ സൂപ്പർ നാച്ചുറൽ പോയംസ് വി ബിലീവ് ദ സ്റ്റോറി ഈവൻ ഇഫ് ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. അല്ലേ, അതൊരു എന്താ പറയുക, ഫിക്ഷൻ ആണെങ്കിൽ പോലും നമ്മളത് റിയൽ ആണ് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലേ, ഇപ്പോൾ നമ്മളിതാ പല പല സിനിമകൾ കാണുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ഡെലൂലുവിൻ്റെ സിനിമ, അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡെലൂലു ഉണ്ട്, നിവിൻ പോളിയുടെ കൂടെ നടക്കുന്ന ആ ഒരു പ്രേതാത്മാവ്, ശരിക്കും അതില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ആ ഒരു സിനിമ നമ്മൾ 2.5 മണിക്കൂർ കാണുമ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണം, അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു കുറച്ച് നേരത്തേക്ക്. നമ്മുടെ ആ സിറ്റുവേഷനാണ് അദ്ദേഹം ഈ ഒരു ലൈനുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏത്, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. ഈ 2 കോൺസെപ്റ്റ് അദ്ദേഹം ബയോഗ്രഫിയ ലിറ്റററിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫാൻസി ആൻഡ് വേഴ്സസ് ഇമാജിനേഷൻ 2 കോർ കോൺസെപ്റ്റ്സ് ആണ്. കോളറിഡ്ജ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ഫാൻസി ഇമാജിനേഷൻ. ഫാൻസിയും ഇമാജിനേഷനും തമ്മിൽ അദ്ദേഹം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് മെക്കാനിക്കൽ ആൻഡ് ഡെക്കറേറ്റീവ്. നമ്മൾ കുറച്ചുകൂടി ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫാൻസി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി മെക്കാനിക്കലാണ് എന്ന് പറയുന്നു. ഫാൻസി ഓൺലി കമ്പൈൻസ് ഐഡിയാസ്. അല്ലേ, ഐഡിയകളെ മാത്രമാണ് ഫാൻസി കമ്പൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് മെമ്മറി റീ അറേഞ്ചിങ് തിങ്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് അതിങ്ങനെ റീ അറേഞ്ച് ചെയ്യുന്ന പോലെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് മെറ്റഫേഴ്സ് ആൻഡ് സിമിലി. മെറ്റഫേഴ്സും സിമിലീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഫാൻസി ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ സിമ്പിൾ കമ്പാരിസൺ വിത്തൗട്ട് ഡീപ്പ് മീനിങ്. ഒരു ഡീപ്പായിട്ടുള്ളൊരു മീനിങ് നൽകാതെ സിമ്പിളായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻസി ഉപയോഗിക്കുന്നത്. എന്നാൽ എന്താണ് ഇമാജിനേഷൻ? ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് പവർഫുൾ. അതൊരു ക്രിയേഷനാണ്, നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റീവായിട്ട് ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് പവർഫുൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോംസ് ആൻഡ് ക്രിയേറ്റ്സ് ന്യൂ മീനിങ്. പലതരത്തിലുള്ള പുതിയ പുതിയ മീനിങ്സിനെ ട്രാൻസ്ഫോം ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഇമാജിനേഷൻ സഹായിക്കുന്നുണ്ട്. ദെൻ യൂണിഫൈസ് ഡിഫറെൻറ്റ് ഐഡിയാസ് ഇൻ ടു എ ഹോൾ. അല്ലേ, പലതരത്തിലുള്ള ഐഡിയാസിനെ ഒരുമിച്ചിട്ടൊരു ഹോളായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനും ഇമാജിനേഷൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഗിവ്സ് ലൈഫ് ആൻഡ് ഡെപ്ത് ടു പോയട്രി. പോയട്രിക്ക് കുറച്ചുകൂടി കൂടുതൽ ലൈഫും ഡെപ്തും കൊടുക്കുന്നത് ഇമാജിനേഷൻ ആണ്. ഫാൻസി കുറച്ചുകൂടി മെറ്റീരിയലിസ്റ്റിക്കും മെക്കാനിക്കും ആണെങ്കിൽ ഇത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് മോർ ഡെപ്ത് ആൻഡ് മീനിങ് ഫുൾ ആണ് എന്നാണ് പറയുന്നത്. സോ ഫാൻസി നിങ്ങൾക്ക് പറയാം, ഫാൻസി ഈസ് അറേഞ്ചിങ്, ഇമാജിനേഷൻ ഈസ് ക്രിയേറ്റിംഗ്. അറേഞ്ചിങ്, ക്രിയേറ്റിംഗ്. ഓക്കെ, ഇനി ഇമാജിനേഷൻ 2 ടൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇമാജിനേഷൻ പ്രൈമറി ഇമാജിനേഷനും സെക്കൻഡറി ഇമാജിനേഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പ്രൈമറി ഇമാജിനേഷൻ? അതായത് മനുഷ്യൻ്റെ ഒരു ബേസിക് പെർസ്പെക്ഷൻ, ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മനുഷ്യൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, ആ ബേസിക് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്, പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ മനുഷ്യനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഹാസ് ടു സീ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. അല്ലേ, നമുക്ക് ഈ വേൾഡിനെ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. ഇനി സെക്കൻഡറി ഇമാജിനേഷൻ എന്താണ്? അത് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഇമാജിനേഷൻ യൂസ്ഡ് ബൈ പോയറ്റ്സ്. അതായത് പോയറ്റ്സ് യൂസ് ചെയ്യുന്ന ഇമാജിനേഷനാണ് ഈ സെക്കൻഡറി ഇമാജിനേഷൻ. പ്രൈമറി ഇമാജിനേഷൻ പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഉള്ള ഇമാജിനേഷൻ. എന്നാൽ സെക്കൻഡറി ഇമാജിനേഷൻ എന്നുള്ളത് എന്താണ്? പോയറ്റ്സ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതെന്താണ്? ആർട്ടും പോയട്രിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ മിസ്റ്റിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ക്വാളിറ്റി. അല്ലേ, കുറച്ചുകൂടി നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് ഇമാജിനേഷനാണ് സെക്കൻഡറി ഇമാജിനേഷനിൽ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ട്രൂ പോയറ്റിക് പവർ. അതാണ് ശരിക്കുള്ള ട്രൂ പോയറ്റിക് പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം ഫാൻസി ഇമാജിനേഷൻ ഒന്ന് കമ്പയർ ചെയ്തൊരു ടേബിൾ പോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നേച്ചർ എങ്ങനെയാണ്. ഫാൻസിയുടെ നേച്ചർ മെക്കാനിക്കലാണ്, ഇമാജിനേഷൻ്റെ നേച്ചർ ക്രിയേറ്റീവാണ്. ഓക്കെ, ഇനി ഫാൻസിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻസ് ഐഡിയാസിനെ കമ്പൈൻ ചെയ്യുന്നു. എന്നാൽ ഇമാജിനേഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ഫോംസ് ഐഡിയാസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇനി ഫാൻസിക്കുള്ള ഡെപ്ത് എങ്ങനെയാണ്? അതൊരു സർഫസ് ലെവലായിട്ടുള്ള ഒരു ഡെപ്തേ ഉള്ളൂ. എന്നാൽ ഇമാജിനേഷൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണ്? ഡീപ്പായിട്ടുള്ള മീനിങ് ആണ്, ഡീപ്പ് മീനിങ്. ഇനി റോൾ എങ്ങനെയാണ്? ഫാൻസിയുടെ റോള് ഇറ്റ് ഈസ് ഡെക്കറേഷനാണ് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇമാജിനേഷൻ്റെ റോളാണ് എന്താണ് റോള്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പോയട്രിക്ക് എസെൻഷ്യലാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഓർഗാനിക് യൂണിറ്റി. എന്താണ് ഓർഗാനിക് യൂണിറ്റി എന്നുള്ളത്? ഓർഗാനിക് യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോളറിഡ്ജ് പറയുന്നു എ പോയം ഷുഡ് ഗ്രോ നാച്ചുറലി ലൈക്ക് എ ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസം എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് അതുപോലെ വേണം പോയട്രിയും
ഗ്രാജുവലായിട്ട് എന്താ പറയുക വളരാൻ വേണ്ടിയിട്ട്. ഓൾ പാർട്സ് ഷുഡ് ബി കണക്റ്റഡ് ആൻഡ് മീനിങ് അതിൻ്റെ എല്ലാ പാർട്സും കണക്റ്റഡ് ആയിരിക്കണം, അർത്ഥവത്തുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു നോട്ട് ആർട്ടിഫിഷ്യൽ ഓർ ഫോഴ്സ്ഡ് സ്ട്രക്ചർ, അതിനൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും ഒരു ഫോഴ്സ്ഡ് ആയിട്ടൊരു സ്ട്രക്ചറും പോയട്രിക്ക് പാടില്ല എന്നും പറയുന്നു. ഇനി ഇമാജിനേഷൻ്റെ റോള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോളറിഡ്ജ് പറഞ്ഞത് ഇമാജിനേഷൻ കണക്ട്സ് മാൻ ആൻഡ് നേച്ചർ, മാനിനെയും നേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ടൂളാണ് ഇമാജിനേഷൻ. ആൻഡ് ഇമാജിനേഷൻ ക്രിയേറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഹ്യൂമൻ മൈൻഡ് ആൻഡ് നാച്ചുറൽ വേൾഡ് അല്ലേ. ഇമാജിനേഷൻ ക്രിയേറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ഹ്യൂമൻ മൈൻഡ് ആൻഡ് നാച്ചുറൽ വേൾഡ്. ദിസ് ഐഡിയാസ് ലീഡ് ടു എ സെൻസ് ഓഫ് യൂണിറ്റി വിത്ത് ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സുമായിട്ട് നമുക്കൊരു കണക്ഷൻ, ഒരു യൂണിറ്റി, ഒരു ഏകത്വമുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റും ഇത് നൽകുന്നുണ്ട്. ഓക്കെ, ഇനി കോളറിഡ്ജ് ഒരു ക്രിട്ടിക്ക് കൂടിയാണ് നമ്മൾ പറയുന്നു അല്ലേ. അതായത് ഒരു വലിയ ഗ്രേറ്റ് ലിറ്റററി ക്രിട്ടിക്കും കൂടിയാണ് നമ്മുടെ കോളറിഡ്ജ്. അദ്ദേഹം ക്രിട്ടിക്കലി അനലൈസ്ഡ് വില്യം വേർഡ്സ്വർത്ത്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തു, പറഞ്ഞു വില്യം വേർഡ്സ്വർത്തിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരേപോലെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അത് വില്യം വേർഡ്സ്വർത്തിനെ അദ്ദേഹം ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ഹി ട്രൈഡ് ടു ഡിസ്കവർ ഇന്നർ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ആർട്ട്. ഒരു ആർട്ടിൻ്റെ പ്രിൻസിപ്പിൾ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ദെൻ ഹിസ് ക്രിറ്റിസിസം ഈസ് ബാലൻസ്ഡ്, ഇൻസൈറ്റ്ഫുൾ, ഫിലോസഫിക്കൽ ഒക്കെ ആയിരുന്നു കേട്ടോ. ഇനി മേജർ പോയിംസ് ഏതൊക്കെയാണ്? ദ റൈം ഓഫ് ദ ആൻഷ്യൻറ്റ് മെറീനർ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ, ഞാൻ എഴുതിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ദ റൈം ഓഫ് ആൻഷ്യൻറ്റ് മെറീനർ, അതൊരു സൂപ്പർ നാച്ചുറൽ ബാലഡാണ്. ദെൻ ഇറ്റ് ഈസ് ദ ഫുൾ ഓഫ് മിസ്റ്ററി ആൻഡ് സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്സ്. യൂസ് ഓഫ് പവർഫുൾ ഇമേജറി ഷോസ് ഗിൽട്ട്, പണിഷ്മെൻറ്റ് ആൻഡ് റിഡംഷൻ ഒക്കെ നമുക്ക് ആ വാക്കിൽ കാണാം. ദെൻ അടുത്തൊരു പോയമാണ് കുബ്ല ഖാൻ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കുബ്ല ഖാൻ എന്ന് പറയുന്ന ഒരു ഡ്രീം പോയമാണ്. ഓക്കെ, ഒരു ഡ്രീം ആയിട്ടൊരു സ്ഥലം അല്ലേ, നമ്മൾ ഒരു ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ ഒരു എന്താ പറയുക കവിതയാണ് നമ്മുടെ കുബ്ല ഖാൻ എന്ന് പറയുന്നത്. ഇറ്റ് റൈറ്റ്സ് ആൻ ഒപ്പിയം ഡ്രീം, ഒരു ഒപ്പിയം പറഞ്ഞ ഒരു ഡ്രഗാണ്, അത് കഴിച്ചിട്ട് കാണുന്ന ഒരു സ്വപ്നം പോലെയാണ് അത് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. റിച്ച് ഇൻ ഇമാജിനേഷൻ ആൻഡ് ഇമേജറി, ഇമാജിനേഷനും ഇമേജറിയും കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു പോയമാണ് നമ്മുടെ കുബ്ല ഖാൻ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് അവബോധ മനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയം കൂടിയാണ് കേട്ടോ അത്. ഇനി അടുത്തൊരു വർക്കാണ് ക്രിസ്റ്റബൽ എന്ന് പറയുന്നത്. അതൊരു ഇൻകംപ്ലീറ്റ് പോയറ്റിക് ഫ്രാഗ്മെൻ്റ് ആണ്. മിഡീവിയൽ അറ്റ്മോസ്ഫിയർ ആണ്. യൂസ് സജഷൻ റാദർ ദാൻ ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ, സജഷൻസ് ആണ് കൂടുതൽ, എക്സ്പ്ലനേഷനേക്കാൾ കൂടുതൽ സജഷൻസ് ആണ്. മിസ്റ്ററിയും സസ്പെൻസും നിറഞ്ഞിട്ടുള്ളൊരു വർക്കും കൂടിയാണ് നമ്മുടെ ക്രിസ്റ്റബൽ എന്നുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്, ഡ്രീം ലൈക്ക് ക്വാളിറ്റിയാണ്, സിംബോളിസം, ദെൻ മ്യൂസിക്കൽ ലാംഗ്വേജ് ഒക്കെയാണ് ഉള്ളത്. ദെൻ ഹിസ് പോയട്രി കംസ് ഫ്രം ഡ്രീംസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, ക്രിയേറ്റ്സ് സെൻസ് ഓഫ് മിസ്റ്ററി ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, ദെൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഡെവലപ്പ് ചെയ്ത തിയറി ഓഫ് ഇമാജിനേഷൻ ഉണ്ട്, സൂപ്പർ നാച്ചുറൽ റിയലിസം ഉണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ലിറ്റററി ക്രിറ്റിസിസം, ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോളറിഡ്ജിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയും മനസ്സിലാക്കുക. ഒരു ഫിലോസഫറാണ്, റൊമാൻറ്റിക് പോയട്രിയിലെ ഒരു ഫിലോസഫറാണ്. ദെൻ പോയട്രി ഇസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് എന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, ആൻഡ് പോയട്രി ഇസ് നോട്ട് ജസ്റ്റ് ഫീലിംഗ്, ആർക്ക്? വേർഡ്സ്വർത്തിന് അല്ലേ, വേർഡ്സ്വർത്ത് പറഞ്ഞത് അതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് കോളറിഡ്ജ് ആണ്. ഓക്കെ, ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കൂടി നിറഞ്ഞതാണ് പോയട്രി എന്ന് പറയുന്നതാണ് നമ്മുടെ കോളറിഡ്ജ്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയറ്റ്സിനെ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ ലുക്ക് ഓൺ ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഉള്ള സെഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിനെ ആയിരുന്നു അല്ലേ, ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ്. ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വരുന്ന പോയറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇവരെല്ലാം ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സാണ് ഇവരെല്ലാം. ആരൊക്കെയാണ്? ലോർഡ് ബൈറൺ, PB ഷെല്ലി ആൻഡ് ജോൺ കീറ്റ്സ്. ഓക്കെ, ഇവരൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, സോ എന്താണ് ഈ സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ വന്നത്, ഈ 3 പേരും വന്നത് PB ഷെല്ലിൻ്റെ PBൻ്റെ ഫുൾ ഫോം എന്താ പറയുക? പേഴ്സി ബിഷെ ഷെല്ലി എന്നാണ് കേട്ടോ. പേഴ്സി ബിഷെ ഷെല്ലി നിങ്ങൾക്ക് അവിടെ കാണാം. ബിഷെ എന്ന് പറയുമ്പോൾ പേഴ്സി PERCY, ബിഷെ BYSSHE,
പേഴ്സി ബഷീർ ഷെല്ലി കേട്ടോ. ഓക്കെ, സോ ഈ 3 പേരും ലോർഡ് ബൈറൺ, PB ഷെല്ലി ആൻഡ് ജോൺ കീറ്റ്സ് ഇവരെല്ലാവരും കെയിം ആഫ്റ്റർ ദ ഫസ്റ്റ് ജനറേഷൻ അല്ലേ. ഫസ്റ്റ് ജനറേഷനുള്ള ആൾക്കാർ കഴിഞ്ഞിട്ട് വന്നതാണ്. ഫസ്റ്റ് ജനറേഷൻ പറയുമ്പോൾ ആരൊക്കെ പറയാം? വില്യം വേർഡ്സ്വർത്ത്, ബ്ലേക്ക്, കോൾറിഡ്ജ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ ദേ ആർ കോൾഡ് റെബല്ലിയസ് ജീനിയസസ്. ഇവരെ പറയുന്ന പേരാണ് റെബല്ലിയസ് ജീനിയസസ് കേട്ടോ. കാരണം എന്താണ്? ദേ ചലഞ്ചഡ് സൊസൈറ്റി ആൻഡ് ട്രഡീഷൻ. ഇവരൊക്കെ സൊസൈറ്റീനെയും ട്രഡീഷനെയും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ വെർ നോട്ട് ഫുള്ളി അപ്രീഷിയേറ്റഡ് ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. ആ ടൈമിൽ ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്ത ആൾക്കാരായിരുന്നു. ദേ ഓൾ ഡൈഡ് യങ്, ലീവിങ് ഇൻകംപ്ലീറ്റ് പൊട്ടൻഷ്യൽ. ഇവരെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ യങ് ഏജിൽ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ജീവിതത്തിൽ. സോ യങ് ഏജിൽ മരണപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും കേട്ടോ. സോ ടാലൻറ്റഡ് ആണ്, റിബല്യൻ ആണ്, ട്രാജിക് ഏർലി ഡെത്ത് ആണ്. സോ ഇവരൊക്കെ നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ പോയിട്ടായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ നോക്കാം, ലോർഡ് ബൈറൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കാര്യങ്ങൾ, അതാണ് ഞാനിവിടെ എഴുതാത്തത്. ഓക്കെ, ലോർഡ് ബൈറണിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1788 to 1824 ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈറൺ വാസ് ബോത്ത് എ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് എ പവർഫുൾ പേഴ്സണാലിറ്റി. ഒരു ഗ്രേറ്റ് പോയറ്റ് ആയിരുന്നു, അതേപോലെ ഒരു പവർഫുൾ പേഴ്സണാലിറ്റിക്ക് ഉടമയും കൂടിയായിരുന്നു. ഹിസ് ബിലീഫ് അല്ലെങ്കിൽ ഹിസ് ലൈഫ് ഇറ്റ് സെൽഫ് വാസ് എ ലൈക്ക് റൊമാൻറ്റിക് സ്റ്റോറി. ഒരു റൊമാൻറ്റിക് സ്റ്റോറി പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു? ഫുൾ ഓഫ് പാഷൻ, അഡ്വെഞ്ചർ, റിബല്യൻ അല്ലേ. അഡ്വെഞ്ചറും റിബല്യനും പാഷനും ഒക്കെ നിറഞ്ഞൊരു ലൈഫായിരുന്നു ബൈറൻ്റെ. ഹി ബിക്കെയിം ഫേമസ് നോട്ട് ഓൺലി ഇൻ ഇംഗ്ലണ്ട് ബട്ട് ഓൾസോ അക്രോസ് യൂറോപ്പ് അല്ലേ. ഇംഗ്ലണ്ടിൽ മാത്രമായിരുന്നില്ല, ആ യൂറോപ്യൻ കൺട്രിയിൽ മൊത്തമായിട്ടും ഫേമസ് ആയിട്ടുള്ളൊരു ഫിഗറായിരുന്നു ആരുടെ? നമ്മുടെ ബൈറൻ്റെ. ഓക്കെ, ഇനി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫേമസ് കോൺസെപ്റ്റാണ് ബൈറോണിക് ഹീറോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ. ഓക്കെ, ഈ ഐഡിയ എന്താ പറയുന്നത്? ഈ ടൈപ്പ് ഓഫ് ഹീറോ എന്താണ്? പ്രൗഡ് ആൻഡ് റിബല്യസ്. ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഹീറോ ഒരു ക്യാരക്ടറാണ് അവർ കൊണ്ടുവന്ന ബൈറൻ്റെ വർക്ക്സിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ബൈറോണിക് ഹീറോ എന്ന് പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള ഹീറോ എന്തായിരിക്കും? പ്രൗഡ് ആൻഡ് റിബല്യസ് ആയിരിക്കും. ദെൻ പാഷനേറ്റ് ആൻഡ് ഇമോഷണൽ ആയിരിക്കും. സിനിക്കൽ ആൻഡ് മൂഡി ആയിരിക്കും. ഐസൊലേറ്റഡ് ഫ്രം സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ കൂടിയായിരിക്കും. സോ ദിസ് ഹീറോ റിഫ്ലെക്ട്സ് ബൈറൺസ് ഓൺ പേഴ്സണാലിറ്റി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബൈറൻ്റെ സ്വന്തമായൊരു പേഴ്സണാലിറ്റിയാണ് ദിസ് കൈൻഡ് ഓഫ് ഹീറോ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും അല്ലേ, പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് അവർ പോയട്രിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോ ബൈറൺ ഇറ്റ്സെൽഫ് റെപ്രസെൻറ്റ് ദ ബൈറോണിക് ഹീറോ. ഓക്കെ, ദെൻ അടുത്തത് ചിൽഡേ ഹാരോൾഡ്സ് പിൽഗ്രിമേജ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കാണ്. ചിൽഡേ ഹാരോൾഡ്സ് പിൽഗ്രിമേജ് ഹിസ് മേജർ ലോങ് പോയം. ഒരു ലോങ് പോയമാണ് അദ്ദേഹത്തിൻ്റെ മേജർ ലോങ് പോയമാണ്. അദ്ദേഹം അതിൽ പറയുന്നത് ദ ഹീറോ ട്രാവൽസ് അക്രോസ് യൂറോപ്പ് അല്ലേ. ആ വർക്കിലെ ഹീറോ, ആ പോയത്തിലെ ഹീറോ യൂറോപ്പിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്? ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ റിഫ്ലെക്ട്സ് ഹിസ്റ്ററി, സിവിലൈസേഷൻ, ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്സ്. ഈ 3 കാര്യങ്ങളും ആ വർക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇറ്റ് കമ്പൈൻസ് ട്രാവൽ, ഫിലോസഫി ആൻഡ് ഇമോഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് വർക്ക്. ദെൻ ബൈറൺസ് വ്യൂ ഓഫ് ലൈഫ്. ബൈറൻ്റെ ലൈഫിനോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു? സിനിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ഓഫ് ഹിസ്റ്ററി അല്ലേ. കുറച്ചുകൂടി സിനിക്കൽ ആയിരുന്നു എന്ന് വെച്ചാൽ കുറച്ചുകൂടി സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പിന്നെ ക്രിട്ടിക്കൽ ഓഫ് ഹിസ്റ്ററിയുടെ ഒരു ക്രിട്ടിക്കൽ കൂടിയായിരുന്നു. ദെൻ ബൈറൺ ബിലീവ്ഡ് ദാറ്റ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് അല്ലേ. ഹിസ്റ്ററി എന്ത് ചെയ്യുന്നതു? ഹിസ്റ്ററി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിവിലൈസേഷൻ ഡിക്ലൈൻസ് ഓവർ ടൈം. സിവിലൈസേഷൻ ടൈം കൂടുന്തോറും ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്സ് ആർ ടെമ്പററി. ഹ്യൂമൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്നും അദ്ദേഹം ലൈഫിൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് പറയുകയാണ്. ഇനി ബൈറൻ്റെ സ്റ്റൈലും ഇൻഫ്ലുവൻസും എങ്ങനെയായിരുന്നു? നോൺ ഫോർ സറ്റയർ ആൻഡ് വിറ്റ്. സറ്റയർ എന്താണ്? ആക്ഷേപഹാസ്യം അല്ലേ. ആക്ഷേപഹാസ്യത്തിനും വിറ്റിനൊക്കെ അദ്ദേഹം നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ഫോം ഓഫ് വർക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ അലക്സാണ്ടർ പോപ്പൻ അല്ലേ. അലക്സാണ്ടർ പോപ്പായിരുന്നു നമ്മളൊരു സറ്ററിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നതാണ് നമ്മുടെ ബൈറൺ. ഓക്കെ, ഹി യൂസ്ഡ് ഹ്യൂമർ ആൻഡ് ക്രിറ്റിസിസം. ഹ്യൂമർ അല്ലേ, ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വർക്കിൽ എഴുതുക. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? ഹ്യൂമർ അല്ലേ, തമാശ രീതിയെ അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ സറ്റയർ എന്ന് പറയാം. സോ
അദ്ദേഹം അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിഫേർഡ് എലഗൻറ്റ് ആൻഡ് പോളിഷ്ഡ് സ്റ്റൈൽ, കുറച്ചുകൂടി എലഗൻറ്റും പോളിഷ്ഡ് സ്റ്റൈലും ആയിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത മേജർ വർക്ക്സുകളാണ് ഡോൺ ജുവാൻ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും ഡോൺ ജുവാൻ. അതൊരു സറ്റേറിക്കൽ മാസ്റ്റർ പീസ് ആയിരുന്നു. കോമിക് വ്യൂ ഓഫ് ലൈഫിൻ്റെ ഒരു കോമിക് വ്യൂ അത് കാണിക്കുന്നുണ്ട്. ദെൻ ഇംഗ്ലീഷ് ബാർഡ്സ് ആൻഡ് സ്കോട്ട്സ് റിവ്യൂവേഴ്സ്, ഓക്കെ, സ്കോച്ച് റിവ്യൂവേഴ്സ്, അതൊരു ലിറ്റററി സറ്റയർ ആയിരുന്നു. ദെൻ ബെപ്പോ, അതൊരു ഹ്യൂമറസ് പോയം ആയിരുന്നു. ഓക്കെ, സോ ഡോൺ ജോൺ ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് മിക്സസ് ഡിഫറെൻറ്റ് സ്റ്റൈൽ, അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസിനെ അത് മിക്സപ്പ് ചെയ്യുന്നു. ക്രിട്ടിസൈസസ് സൊസൈറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ബൈറൻ്റെ ഒരു കോമിക് ജീനിയസ് അവിടെ ആ ഒരു വർക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹം എക്സ്പ്രസ്ഡ് റോ ഹ്യൂമൻ ഇമോഷൻസ്, അല്ലേ? പച്ചയായ മനുഷ്യൻ്റെ ഇമോഷൻസിനെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബൈറൺ പോർട്രേ ചെയ്തിട്ടുണ്ട് എന്ത്? ലവ്, ഹെയ്റ്റ്, റിവെഞ്ച്, പ്രൈഡ്, ഡിസ്പെയർ. പോയട്രി ഷോസ് ഇൻറ്റൻസ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇത്തരത്തിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള, അത് തീവ്രമായിട്ടുള്ള ഹ്യൂമൻ്റെ എക്സ്പീരിയൻസ്, ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ലോർഡ് ബൈറൺ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് PB ഷെല്ലിയിലേക്ക് വരാം. പേഴ്സി ബിഷെ ഷെല്ലി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് 1792 to 1822 ആണ്. ഓക്കെ, സോ ഹീ ഗേവ് ദ ഇൻട്രൊഡക്ഷൻ ടു PB ഷെല്ലി എന്ന് പറയുന്ന അടുത്തൊരു മെയിൻ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹം റാഡിക്കൽ ഐഡിയലിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹി ബിലീവ്ഡ് ദാറ്റ് സൊസൈറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ്, അല്ലേ? അദ്ദേഹം എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? സൊസൈറ്റി നമ്മളെപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, സൊസൈറ്റിക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? ഒരു റാഡിക്കൽ ഐഡിയലിസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് റാഡിക്കൽ ഐഡിയലിസ്റ്റ്? ഇറ്റ്സ് എ ഫിലോസഫർ ഓർ he is a philosopher or thinker holding that reality is fundamentally mental, spiritual or conceptual, rejecting the notion that an independent material world exists, അല്ലേ? അതായത് എന്താണ്? റിയാലിറ്റിക്കാണ് ഫണ്ടമെൻ്റലിസം എന്നാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഓക്കെ, ദെൻ ടൈറനി ക്യാൻ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം ആൻഡ് ലവ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്, അല്ലേ? ഫ്രീഡത്തിനും ലവിനും എന്ത് ചെയ്യാം? നമ്മുടെ വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി ഷെല്ലിൻ്റെ തീംസ് എങ്ങനത്തൊക്കെയായിരുന്നു? ഫ്രീഡം, ലവ്, റെവല്യൂഷൻ ഒക്കെ തന്നെ ആയിരുന്നു. ദെൻ ഷെല്ലി ഇമാജിൻ ദ വേൾഡ് ദർ ഇസ് നോ ഒപ്രഷൻ, ലവ് ആൻഡ് റീസൺ ഗൈഡ് ഹ്യൂമാനിറ്റി, അല്ലേ? ഒരു ഒപ്രഷനോ സപ്രഷനോ ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ലാത്തൊരു വേൾഡിനെ ആയിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. അതുപോലെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ലവിനും റീസണും കൊണ്ട് നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റീനെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട വർക്കാണ് ആരുടെ? പേഴ്സി ബി ഷെല്ലിയുടെ പ്രൊമിത്തിയസ് അൺബൗണ്ട് എന്നുള്ളത്. പ്രൊമിത്തിയസ് അൺബൗണ്ട് PB ഷെല്ലിയുടെ മോസ്റ്റ് ഫേമസ് അംബീഷ്യസ് വർക്കായിരുന്നു കേട്ടോ. മറക്കരുത്, പ്രൊമിത്തിയസ് അൺബൗണ്ട്. അതിൽ അദ്ദേഹം സിംബലൈസ് ചെയ്തിട്ടുണ്ട് ദ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ടൈറനിക്കെതിരായിട്ടുള്ള സ്ട്രഗിൾസ് അദ്ദേഹം സിംബലൈസ് ചെയ്തിട്ടുണ്ട് ആ വർക്കിൽ, പ്രൊമിത്തിയസ് അൺബൗണ്ട് എന്ന് പറയുന്ന വർക്കിൽ. ഓക്കെ, സോ ടൈറനി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വേച്ഛാധിപത്യം എന്നാ പറയുക, സ്വേച്ഛാധിപത്യം കേട്ടോ, ടൈറനിക്ക് എതിരായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഷോസ് ഹോപ്പ് ഫോർ ഹ്യൂമൻ ലിബറേഷൻ, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഹോപ്പ് അത് കൊടുക്കുന്നുണ്ട്, ആ വർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ഒരു ഫേമസ് വർക്കാണ് ഷെല്ലിയുടെ എന്ത്? ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. അത് ഹോപ്പും ചേഞ്ചും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോയമാണ്. ഇൻ ഓഡ് ടു വെസ്റ്റ് വിൻഡ് അദ്ദേഹം പറയുന്നു വിൻഡ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ഓഫ് ചേഞ്ച് ആണ്. എന്നിട്ട് അതിലൊരു ഫേമസ് ലൈൻ ഉണ്ട്, ഇഫ് വിൻ്റർ കംസ് ക്യാൻ ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്, അല്ലേ? വിൻ്റർ വരികയാണെന്നെങ്കിൽ സ്പ്രിങ്ങും അതിൻ്റെ പിന്നാലെ വന്നൂടെ എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു സിമ്പിൾ ഓഫ് ഹോപ്പാണ്, അല്ലേ? സിമ്പിൾ ഓഫ് ഹോപ്പാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് വർക്കാണ് അഡോണയസ്. ഓക്കെ, ഇറ്റ്സ് ആൻ എലജി. ഒരാളുടെ മരണത്തെ എന്നുവെച്ചാൽ നമ്മൾ ദുഃഖിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വർക്കാണ്, അല്ലേ? ഒരു മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ട് എഴുതുന്നതാണ് എലജി. ആരുടെ മരണമാണ്? ജോൺ കീറ്റ്സിൻ്റെ മരണത്തോടനുബന്ധിച്ച് അത് ഓർത്തുകൊണ്ട് PB ഷെല്ലി എഴുതിയതാണ് എലജി. ഏത്? അഡോണിയാസ് കേട്ടോ, അഡോണായസ്, ADONAIS, അഡോണായസ്. അതിൽ പറയുന്നു ഷെല്ലി മോൺസ് കീറ്റ്സിനെ ആലോചിച്ചിട്ട് അദ്ദേഹം വിങ്ങി പൊട്ടിക്കരയാണ്. ആൻഡ് ഓൾസോ ക്രിട്ടിസൈസസ് സൊസൈറ്റി ഫോർ നോട്ട് റെക്കഗ്നൈസിങ് ജീനിയസ്. എന്ത് പറയുന്നു? സൊസൈറ്റീനെ വിമർശിച്ച് പറയുകയാണ്. എന്താ? ജീനിയസിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ആ കഴിവില്ലായ്മ, സൊസൈറ്റിയുടെ കഴിവില്ലായ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡോണേസിൽ. ആര്? PB ഷെല്ലി. ആരുടെ ഡെത്തിനെ കുറിച്ച് എഴുതിയതാണ്?
ജോൺ കീറ്റ്സിൻ്റെ ഡെത്തിനെ കുറിച്ച് എഴുതിയതാണ് അഡോണൈസ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ നേച്ചറോടുള്ള വ്യൂ എങ്ങനെയായിരുന്നു? നേച്ചർ ഇസ് സ്പിരിച്വൽ ആൻഡ് സിംബോളിക് എന്നാണ് പറയുന്നത്. ഷെല്ലി നേച്ചറിനെ കണ്ടിരുന്നത് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഓഫ് ഡിവൈൻ പോയട്രിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ്. ആൻഡ് ഫിൽഡ് വിത്ത് സിംബൽസ്, മൊത്തം സിംബലായിരുന്നു. നേച്ചർ എന്ന് പറയുന്നത് ഫുൾ ഓഫ് സിംബൽസ് ആണ്. എന്തൊക്കെ? വിൻഡ്, ക്ലൗഡ്, ലൈറ്റ്, ഇതൊക്കെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള സിംബൽസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി അടുത്തൊരു മെയിൻ ഫേമസ് വർക്കാണ് അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ വർക്കാണ് എന്ത്? ഡിഫെൻസ് ഓഫ് പോയട്രി. മറക്കരുത്, എ ഡിഫെൻസ് ഓഫ് പോയട്രി. അത് അദ്ദേഹത്തിൻ്റെ മേജർ ക്രിട്ടിക്കൽ വർക്കാണ്. ഈ വർക്കിൽ അദ്ദേഹം പോയട്രി ഇംപ്രൂവ്സ് ഇമാജിനേഷൻ എന്ന് പറയുന്നു. പോയട്രി ഇംപ്രൂവ്സ് ഇമാജിനേഷൻ. പോയറ്റ്സ് ഷേപ്പ് സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യുന്നത് പോയറ്റാണ് എന്നാണ് അദ്ദേഹം ആ ക്രിട്ടിക്കൽ വർക്കിൽ പറയുന്നത്. ഇനി അതിൽ പറയുന്നത് പോയറ്റ്സ് ആർ ദ അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. അതായത് അറിയപ്പെടാത്ത ലെജിസ്ലേറ്റേഴ്സ് ആണ് വേൾഡിലെ ആര്? പോയറ്റ്സ് എന്നാണ് എ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന ക്രിട്ടിക്കൽ വർക്കിൽ പി.ബി. ഷെല്ലി പറയുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് ലിറിക്കൽ പോയറ്റാണ് ഷെല്ലി. ഷെല്ലീൻ്റെ പോയട്രി എന്ന് പറയുന്നത് മ്യൂസിക്കലാണ്, ഇമോഷണലാണ്, ഐഡിയലിസ്റ്റിക് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഷെല്ലിയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ ഫിഗർ ഓഫ് എന്താണ് നമ്മുടെ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത് ജോൺ കീറ്റ്സ്. ഓക്കെ, സോ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ളത് ആരൊക്കെയായിരുന്നു? ലോർഡ് ബാരൺ, പി.ബി. ഷെല്ലി. ഇനി അടുത്തത് നമ്മുടെ ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിൻ്റെ ടൈം പീരീഡ് 1795 to 1821 അല്ലേ? നിങ്ങൾക്ക് ടൈം പീരീഡ് എടുത്ത് നോക്കിയാൽ പറയാം, വളരെ കുറഞ്ഞ ഏജിലാണ് അദ്ദേഹം മരിച്ചത്. ജോൺ കീറ്റ്സ് മരണപ്പെട്ടത്. സോ കീറ്റ്സിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കീറ്റ്സ് വാസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു പോയട്രിക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ഒരു പോയറ്റായിരുന്നു കീറ്റ്സ്. അൺലൈക്ക് അതേഴ്സ് ഹി ഫോക്കസ്ഡ് ഓൺലി ഓൺ പോയട്രിക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഫോക്കസ്ഡ് ഓൺലി ഓൺ പോയട്രിക്ക് മാത്രമാണ് ഫോക്കസ് കൊടുത്തായിരുന്നത്. ഹിസ് എയിം വാസ് ടു അച്ചീവ് പ്യുവർ ബ്യൂട്ടി ഇൻ പോയട്രി. എന്തായിരുന്നു? പോയട്രിയിലുള്ള പ്യുവർ ആയിട്ടുള്ള ബ്യൂട്ടീനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക്സ് പറയുമ്പോൾ ഷോസ് ഹിസ് ഗ്രേറ്റ് ഗ്രോത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് ഗ്രോത്ത് അതിൽ നമുക്ക് കാണാൻ കഴിയും. On first looking into Champion's Homer, discovery of poetry, sleep and poetry, poetic ambition, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് 1819 ആ പീരീഡിൽ വന്നിട്ടുള്ളതാണ്. ഹിസ് ഗ്രേറ്റസ്റ്റ് വർക്ക്സ് വർ റിട്ടൺ ഇൻ എ ഷോർട്ട് ടൈം. കുറച്ച് ഷോർട്ട് ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഗ്രേറ്റസ്റ്റ് വർക്കുകളും എഴുതപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ദ ഈവ് ഓഫ് സെൻറ്റ് ഏഗൻസ്. ദെൻ ലേ ബെല്ലെ ഡെയിം സാൻസ് മേഴ്സി അടുത്തതാണ്. ദെൻ ഫേമസ് ഓട്സ്, കുറേ ഓട്സുകൾ ഞാൻ കഴിഞ്ഞ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കീറ്റ്സിൻ്റെ കുറേ ഫേമസ് ആയിട്ടുള്ള ഓട്സുകൾ ലൈക്ക് ഓട്സ് ടു നൈറ്റിൻഗെയിൽ, ഓഡ് ഓൺ ഗ്രേഷ്യൻ ഓൺ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓഡ് ടു ഓട്ടം, ഇതൊക്കെ ജോൺ കീറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട ഓട്സുകളാണ്. ഓക്കെ, ഇനി കീറ്റ്സിൻ്റെ കീറ്റ്സിൻ്റെ വർക്ക്സിൽ കാണുന്ന തീംസ് എന്നൊക്കെ എന്തൊക്കെയാണ്? ബ്യൂട്ടി, ലവ്, ഡെത്ത്, സോറോ, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള തീമുകളാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കണ്ടിരുന്നത്. എന്തൊക്കെ? സോറോ, ഡെത്ത്, ലവ്, ബ്യൂട്ടി. ഓക്കെ, ദെൻ കീറ്റ്സ് വിശ്വസിച്ചിരുന്നത് ലൈഫ് കണ്ടെയ്ൻസ് ഓപ്പോസിറ്റ്സ്. ലൈഫ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ്സുകളുടെ സമ്മിശ്ര ഭാവമാണ്. എന്തൊക്കെയുണ്ട്? ജോയ് ഉണ്ടെങ്കിൽ അവിടെ സോറോ ഉണ്ട് അല്ലേ? ജോയ് ആൻഡ് സോറോ. ബ്യൂട്ടി ഉണ്ടെങ്കിൽ അവിടെ ഡെത്ത് ഉണ്ട് അല്ലേ? ബ്യൂട്ടി ആൻഡ് ഡെത്ത്. ഓക്കെ, സോ ദീസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ജീവിതത്തിലുള്ള മെയിൻ കാര്യങ്ങളാണ് എന്നാണ് കീറ്റ്സ് പറയുന്നത്. ഇനി നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജോൺ കീറ്റ്സ് ആണ് കേട്ടോ. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി നിങ്ങൾ മറക്കരുത്, ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ ലോർഡ് ബാരൻ്റെ പറഞ്ഞ ബൈറോണിക് ഹീറോ പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ഷെല്ലിയുടെ നമ്മൾ വേറെ എന്തോ പറഞ്ഞു. ഓക്കെ, ജോൺ കീറ്റ്സിൻ്റെ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് അടുത്തൊരു ഇതാണ് കേട്ടോ. സോ അതെന്താണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എബിലിറ്റി ടു ആക്സെപ്റ്റ് അൺസർട്ടനിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു എബിലിറ്റീനെയാണ് നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അനിശ്ചിതത്വമായിട്ടുള്ള ഒരു ടൈം എന്ന് പറയില്ലേ, അതിനെ
നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവാണത്. അത് കീറ്റ്സ് പറയുന്നു, പോയറ്റ് ഷുഡ് നോട്ട് സീക്ക് ക്ലിയർ ആൻസേഴ്സ്. എപ്പോഴും ഒരു ക്ലിയർ ആയിട്ടൊരു ഉത്തരത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പോയറ്റ്സ് സീക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാറില്ല. ആൻഡ് ഷുഡ് ആക്സെപ്റ്റ് മിസ്റ്ററി ആൻഡ് കോംപ്ലക്സിറ്റി. പോയറ്റ്സ് എപ്പോഴും ഒരു മിസ്റ്ററീനെയും കോംപ്ലക്സിറ്റിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടൊരു ഉത്തരം കിട്ടില്ല ഒരിക്കലും. ആ ഒരു നിഗൂഢത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എപ്പോഴും പോയറ്റ്സിൻ്റെ ഇടയിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ വർക്കുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി പോയട്രീൻ്റെ വ്യൂ എന്താണ്? പോയട്രി ഷുഡ് കംഫർട്ട് ആൻഡ് എലവേറ്റ്, അല്ലേ? നമുക്കൊരു കംഫർട്ടും നമ്മളെ വേറൊരു ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതുമായിരിക്കണം പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് സൂത്ത് ആൻഡ് ഹ്യൂമൻ സഫറിങ്സിന് ഒരു റിലാക്സേഷൻ ആയിരിക്കണം പോയട്രി എന്ന് പറയുന്നു. ദെൻ ഇറ്റ് ലിഫ്റ്റ്സ് തോട്ട്സ് ടു ഹയർ ലെവൽ. നമ്മുടെ ചിന്തകളെ ഹയർ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ പോയട്രിക്ക് കഴിയണം എന്നാണ് പറയുന്നത്. ഇനി കീറ്റ്സിൻ്റെ ലൈഫ് സ്റ്റൈലും ഫോമുമാണ് പറയുന്നത്. സ്റ്റൈലും ഫോമും, പോയട്രിയുടെ സ്റ്റൈലും ഫോമും. യൂസ്ഡ് മെനി പോയറ്റിക് ഫോംസ്. പലതരത്തിലുള്ള പോയറ്റിക് ഫോംസ് കീറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോയറ്റിക് സ്റ്റൈൽസ്. സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്, ഓഡ്സ്, ബാലറ്റ്സ്, എപ്പിക്സ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേഴ്സറ്റാലിറ്റി ഇതിൽ കാണാൻ പറ്റും, അല്ലേ? പല മേഖലകളിലും കഴിവുള്ള തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള റൈറ്ററും കൂടിയാണ് ജോൺ കീറ്റ്സ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹം പോയറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പോയറ്റ് എന്നാണ് കേട്ടോ. അതായത് എന്താണ്, കവികളുടെ കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, പോയറ്റ്. ദെൻ ഹി ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ പോയറ്റ്സ് ലൈക്ക് ടെന്നിസൺ, W.B. Yeats. അവരൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഹി ഫോക്കസ്ഡ് ഓൺ ബ്യൂട്ടി ആൻഡ് ആർട്ടിസ്റ്റിക് പെർഫെക്ഷൻ. ബ്യൂട്ടിയെയും ആർട്ടിസ്റ്റിക് പെർഫെക്ഷനെയും അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് കീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്കൊരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വ്യക്തികളും അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. ബൈറൻ്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹിസ് റിബല്യൻ ആൻഡ് പാഷൻ, അല്ലേ? പാഷനും റിബല്യൻ മെയിൻ ക്വാളിറ്റിയാണ്. കീ ഐഡിയ എന്താണ്? സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ഷെല്ലി എങ്ങനെയാണ്? ഐഡിയലിസമാണ്, കുറച്ചുകൂടി ഐഡിയലിസ്റ്റിക് ആയിരുന്നു. ഹോപ്പ് ആൻഡ് റെവല്യൂഷൻ ആയിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ പറ്റുന്ന ഐഡിയാസ്. കീറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതായിരുന്നു. മെയിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ആയിരുന്നു. അതിൻ്റെ കീ ഐഡിയ എന്തായിരുന്നു? കീറ്റ്സിൻ്റെ ആർട്ടും ഇമാജിനേഷനും. ഓക്കെ, സോ ഇത്രയാണ് ഈ 3 പോയറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇവരാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.